ഇരു രാഷ്ട്രീയ പക്ഷത്താണെങ്കിലും കേന്ദ്ര സംസ്ഥാന ബന്ധമെന്ന പവിത്രതയിൽ സ്വീകരണവും രാഷ്ട്രീയാതീതമായി മിനിറ്റുകളോളം നീണ്ട ഊഷ്മള ഹസ്തദാനത്തിന്റെയും കുശലം പറച്ചിലിന്റെയും സൗഹൃദ രാഷ്ട്രീയ കാഴ്ചക്കാലമാണെങ്കിലും പ്രതികാരവേട്ടയെന്ന് പ്രതിപക്ഷം ആരോപിച്ച് 8 നാൾ തടവറക്കാലത്തിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രവർത്തകർക്കിടയിൽ ആവേശമാകുന്ന ഒരു സമരമുഖമാണ്. പ്രതിപക്ഷമാണ് സമരമുണ്ടാകും, കേസും റിമാൻഡും ഒരു പുത്തരി അല്ലെങ്കിലും രാപ്പകൽ വ്യത്യാസമില്ലാതെ ഒരു ദിവസത്തിന്റെ ബഹുഭൂരിപക്ഷം മണിക്കൂറുകളിലും നിരത്തിൽ ജീവിക്കുന്ന ഒരു പൊതുപ്രവർത്തകനെ ഒരു തീവ്രവാദി കണക്കെ, ഒരു ബലാത്സംഗി കണക്കെ അധികാലത്ത് വീട് വളഞ്ഞ അറസ്റ്റും 100 കണക്കിന് പോലീസിന്റെ കനത്ത ബന്ദോബസ്തും മിണ്ടിപ്പോവരുത് മാധ്യമങ്ങളോട് എന്ന തിട്ടൂരമട്ടിലെ കൈകാര്യം ചെയ്യലുമൊക്കെ രാഷ്ട്രീയ വേട്ട എന്ന ആരോപണത്തെ സാധൂകരിച്ചതാണ്. അതിനും പിന്നാലെ കോടതി ആ ജാമ്യാപേക്ഷ എടുക്കുന്ന 11ാം മണിക്കൂറിൽ അതുവരെയില്ലാത്ത ഏതൊക്കെയോ കേസിലെ അറസ്റ്റൊക്കെ പ്രതിപക്ഷ യുവനേതാവ് അടുത്ത കാലത്തൊന്നും തുറുങ്ക് ഭേദിക്കരുത് എന്ന നിർബന്ധ ബുദ്ധിയാണ്. ആ രാഷ്ട്രീയ ശാഠ്യത്തിന്റെ നെറുകയിൽ കിട്ടിയ പ്രഹരമാണ് ആ ജയിൽ മോചനം. ഇനി കേരളത്തിലെ പൊതുമുതലിനുള്ള അഗാധമായ പ്രണയമാണ് ആനപ്പകയുടെ കാരണമെങ്കിൽ കേരളം ഒരു കാലവും മറക്കാത്തൊരു സമരമുണ്ട്. അന്ന് കോഴമാണിയെന്നും ബജറ്റ് വിറ്റ് പുട്ടടിച്ചൊരു കള്ളൻ ധനമന്ത്രിയെന്നും ആർക്കെതിരെ ആരോപണം ഉന്നയിച്ചോ 10 വോട്ടിന്റെ പ്രാക്ടിക്കൽ രാഷ്ട്രീയ വഴിയിൽ അവർക്ക് തന്നെ പരവതാനി വിരിച്ച് പരിശുദ്ധരാക്കിയതിലൂടെ പാഴായിപ്പോയ കുറെ പടുമുദ്രാവാക്യങ്ങളുടെ ഒരു സഭാ സമരകാലം. അന്ന് സ്പീക്കർ കസേരയടക്കം അടിച്ചുപറിച്ച് പൊതുമുതൽ നശീകരണ കേസ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതി പോലെ പോയി നാണം കെട്ടതിന് കേരളത്തോട് സമസ്താപരാധം പറയുമോ സർക്കാർ? ഇനി പോലീസിനോട് കയർത്തതും കയ്യേറ്റവുമാണ് മഹാപരാധമെങ്കിൽ അധിക നാളായിട്ടില്ല ചാലക്കുടിയിൽ സൈബർ ഗുണ്ടകളെ പോലും നാണിപ്പിക്കും മട്ടിൽ ഒരു SIക്കെതിരെ SFI കേന്ദ്ര കമ്മിറ്റി അംഗത്തിന്റെ തെറിപ്പൂരത്തിന് മുൻപ് പോലീസ് ജീപ്പിന് മുകളിൽ കയറി ബീക്കൺ ലൈറ്റും പൊളിച്ചെറിഞ്ഞ് പൂണ്ടുവളയാടിയ കേസിലെ പ്രതിയെ പുല്ലുപോലെ ഇറക്കി ഓട്ടോയിൽ കയറ്റിവിട്ട് ഏരിയ സെക്രട്ടറി ഇപ്പോഴും ഉറങ്ങുന്നത് പൂജപ്പുരയിലല്ല, സ്വന്തം വീട്ടിലാണ്. ഇരട്ട നീതിക്കാലത്ത് കുഴൽപ്പണ കേസ് പോലും അന്തരീക്ഷത്തിൽ ആവിയായ ഒരു കാലത്ത് യുവ നേതാവിന്റെ ജാമ്യത്തിനെതിരെ പോലും കടുപ്പിച്ചു വാദിക്കുന്നത് കേസിലെ സാധാരണ നിഷ്കളങ്കമാവല്ലേ പോലീസെ? ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തതിന് പോലും കൊടിയ വകുപ്പിൽ കള്ളക്കേസെടുത്ത് നേതാവ് തന്നെ നമ്പറടക്കം ഫേസ്ബുക്കിലിട്ട് ഒരു പെൺകുട്ടിയെ സൈബർ വേട്ടക്കെറിയുന്നത് പാർട്ടി നയമാണെങ്കിൽ കാപ്പനടക്കം പറഞ്ഞ് മാധ്യമവേട്ട എന്ന മുതലക്കണ്ണീർ വാർക്കൽ നിർത്തണം CPM. ആ രാഷ്ട്രീയ വഴിയിൽ ഇനിയും വേട്ടകൾ കാത്തിരിപ്പുണ്ടെങ്കിലും വ്യവഹാര കൂമ്പാനങ്ങൾ ഉണ്ടായാലും തലപൊളിഞ്ഞു കിടക്കുന്ന സഹപ്രവർത്തകർക്ക് വേണ്ടിയും വണ്ടിപ്പെരിയാറടക്കം ജനകീയ സമരമുഖങ്ങളിലും കാമ്പോടെ കരുത്തോടെ തീ പോലെയാളട്ടെ വജ്രമൂർച്ചയുള്ള കുന്തമുനിയായ അധ്യക്ഷൻ രാഹുലിന്റെ ചൂണ്ടുവിരൽ. അതിനു കാരണം തിരുവായിക്കെതിർവായില്ലാത്ത നെറിവുകേടുകളെ ചെറുക്കാൻ ഒരു കരുത്തൻ പ്രതിപക്ഷമില്ലെങ്കിൽ പ്രമത്താധികാരം ജനാധിപത്യത്തെ കഴുത്തുമുറിച്ച് മോർച്ചറിയിൽ കയറ്റുമെന്നതിന് പല നാടുകളിലെ പല കാലങ്ങളാണ് സാക്ഷ്യം. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ശ്രീമൻ കാരശ്ശേരി, അഡ്വക്കേറ്റ് BRM ഷഫീർ, അഡ്വക്കേറ്റ് BM ഭാസ്കർ എന്നിവർ ചർച്ചയിൽ. ഞാൻ ഷഫീറിലേക്ക് ആദ്യം പോകുന്നു. അതിന് മുൻപ് അവിടെ അല്പസമയത്തിനും രാഹുൽ മാങ്കൂട്ടത്തിൽ ജയമോചനാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. യൂത്ത് കോൺഗ്രസ് വലിയ സ്വീകരണമാക്കി ഈ രാത്രി ഒരു വിജയാഘോഷം പോലെയാക്കാൻ യൂത്ത് കോൺഗ്രസ് ആലോചിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളിലൊക്കെ നമുക്ക് പോകാം. ശ്രീ BRM ഷഫീർ, ഞാൻ ആ കോടതി വിധി കിട്ടി വായിക്കുകയായിരുന്നു, ജാമ്യം അനുവദിച്ച ഉത്തരവ്. അതിൽ പറയുന്നത് തെളിവ് ശേഖരണം കഴിഞ്ഞതിനാൽ രാഹുലിനെ വീണ്ടും റിമാൻഡ് ചെയ്യേണ്ടതില്ല എന്ന് കോടതി നിരീക്ഷണം, അതുകൊണ്ടാണ് ജാമ്യം. അതല്ലാതെ പോലീസ് പറയുന്ന കാര്യങ്ങൾ കഴമ്പില്ല എന്ന ഉത്തരവിൽ എവിടെയില്ല കേട്ടോ ശ്രീ BRM. ഹഷ്മി, അത് ഹഷ്മിക്ക് ലോവർ കോർട്ടുകളുടെ ഈ ജാമ്യവുമായി ബന്ധപ്പെട്ട സർക്കംസ്റ്റാൻസുകളും അതിൻ്റെ വിധികളെയും സംബന്ധിച്ച് വല്ലാത്ത ധാരണയില്ലാത്ത കൊണ്ടാണ്. എന്താ നോക്കുക, പ്രൈമ ഫൈസി ഒരു കേസുണ്ടെങ്കിൽ അതിനകത്തൊരു FIR വീണ് കഴിഞ്ഞാൽ ആദ്യമേ തന്നെ നോക്കുന്നത് ഈ പ്രധാനപ്പെട്ട ഒരു പ്രതിയുമായി ബന്ധപ്പെട്ടൊരു ഓവർടാക്ട് എന്ന് പറഞ്ഞാൽ അയാളുടേതായ ഒരു പ്രത്യേക തരത്തിലുള്ള ബന്ധം ഈ കേസിലുണ്ടോ, അദ്ദേഹത്തിൻ്റെ ഭാഗം ഈ അക്രമവുമായി ബന്ധപ്പെട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഓവർടാക്ട് എന്ന് പറയും. ഈ കേസിൽ പ്രത്യേകമായൊരു ഓവർടാക്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതായിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല, ഒന്നാമത്തെ കാര്യം. 2, എന്തെങ്കിലും തരത്തിലുള്ള റിക്കവറികൾ ഈ കേസുമായി ബന്ധപ്പെട്ട തൊണ്ടി മുതലുകളുമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന് അതിൽ കൺസെന്റ് പ്രതിയിൽ നിന്നും എടുക്കേണ്ടതായിട്ടുണ്ടോ എന്ന് കോടതി നോക്കി. ഒരു കാര്യവും എടുക്കാനില്ല. 3, കേസിൻ്റെ ഡയറി പരിശോധിച്ചു ജില്ലാ കോടതി. കേസ് ഡയറി പരിശോധിച്ചപ്പോൾ മഹസ്തർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. തൊണ്ടി ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട് പണം മറ്റു പ്രതിയിൽ കെട്ടിവെച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട നിരവധി പ്രതികൾ ബെയിലൗട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ജാമ്യം കിട്ടി പുറത്തു പോയിട്ടുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതായി പ്രത്യേകമായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഓവർടാക്റ്റുകളൊന്നും തന്നെ കേസ് ഡയറിയിൽ കാണുന്നില്ല. ആ സാഹചര്യത്തിൽ കോടതി ചോദിക്കുകയാണ്, എന്തിനാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരവാഹിയായി പ്രവർത്തിച്ച ഇദ്ദേഹത്തിന് എന്തിനാണ് വീണ്ടും ജയിലിലിടേണ്ട കാര്യം എന്താണ്? അപ്പോൾ പ്രോസിക്യൂഷൻ പറയുകയാണ്, നിരവധി കേസുകളിൽ പ്രതിയാണ്, ഇന്നലെയും 2 കേസുകൾ ഉണ്ടായിരുന്നു.
അല്ല ബി ആർ ബി, അപ്പൊ കോടതി ചോദിച്ചു. ഈ രാഷ്ട്രീയ അതും കേസുകൾ ഇതുമായി കസ്റ്റഡി ചോദിച്ചു വാങ്ങൽ സാധാരണമാണോ? സാധാരണ എനിക്ക് അറിയാത്തോണ്ട് ചോദിക്കുകയാണ്, ഞാൻ ഒരു അക്കാദമിക് താല്പര്യം ചോദിക്കുകയാണ്. രാഷ്ട്രീയ കേസുകളിൽ കസ്റ്റഡിയിൽ രാഷ്ട്രീയ കേസുകളിൽ സാധാരണ കസ്റ്റഡി വേണം എന്നാവശ്യപ്പെടുന്നത് സ്വാഭാവികമാണോ? പൊളിറ്റിക്കൽ കേസുകളിൽ സാധാരണഗതിയിൽ അക്രമങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്, ഇല്ലാതെന്ന് ഞാൻ പറയുന്നില്ല. അക്രമം നടത്തിയവനെ CCTV ക്യാമറകൾ പരിശോധിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്യാറുമുണ്ട്, അല്ലെന്ന് തെറ്റില്ല. പക്ഷെ സമരം നയിച്ചു എന്നതിൻ്റെ പേരിൽ സമരത്തിൻ്റെ നായകരെ, അഥവാ ഉദ്ഘാടന പ്രസംഗം നടത്തിയയാളെ അല്ലെങ്കിൽ സ്വാഗത പ്രസംഗം നടത്തിയയാളെ, സമരത്തിന് നേതൃത്വം കൊടുത്തയാളെ അറസ്റ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടം മുമ്പും ഉണ്ടായിട്ടില്ല, ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. രണ്ട്, ഒരു കാരണവശാലും ഇത്തരം കേസുകളിൽ കസ്റ്റഡി വാങ്ങേണ്ട കാര്യമില്ല. കാരണം എന്താണ്? കസ്റ്റഡി വാങ്ങണമെങ്കിൽ അതിനകത്ത് തെളിവുകളുടെ അഭാവമുണ്ട് എന്ന് പ്രോസിക്യൂഷന് തോന്നണം. ഇവിടെ തെളിവുകളുടെ അഭാവം ഉണ്ട് എന്ന് അവർക്ക് കേസില്ല. രണ്ടാമത്തെ പ്രശ്നം എന്താണ്? രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ഇൻഗ്രീഡിയൻസുകൾ തെളിയിക്കാൻ പ്രതിയുടെ സാന്നിധ്യം ആവശ്യമുണ്ട് എന്നാണ് പറയുക. സാധാരണഗതിയിൽ 27 റിക്കവറി പോലെ മറ്റെന്തെങ്കിലും ഒക്കെ. ഇതിനകത്ത് അതുമില്ല. അപ്പോൾ രാഹുൽ എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ നേതാവിനെ ജയിലിലിട്ടുകൊണ്ട് കസ്റ്റഡിയിൽ വാങ്ങേണ്ട സാഹചര്യമില്ല. മുമ്പ് തന്നെ പല പൊളിറ്റിക്കൽ കേസുകളിലും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അല്ല ബി ആർ ബി, 14 ദിവസത്തെ റിമാൻഡായിരുന്നു. 10 നാൾ പൂർത്തിയാകുമ്പോൾ രാഹുൽ ജയിൽ മോചിതനാവുകയാണ്. ഇപ്പൊ ഇതേ കേസിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ജയിലിൽ കിടന്നതാണ്, അവരുടെ ജാമ്യവഴിയിൽ പുറത്തേക്ക് വന്നതാണ്. ഇപ്പോൾ ഗവർണറെ കരിങ്കൊടി കാട്ടിയ കേസിൽ 14 ദിവസം റിമാൻഡ് പൂർത്തിയാക്കി SFI പ്രവർത്തകർ ജയിൽ മോചിതരായതാണ്. അപ്പോൾ ഇത് ഈ രാഷ്ട്രീയ സമരവഴിയിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ ഈ പറഞ്ഞ റിമാൻഡും ജയിൽവാസവും ഒക്കെ അത് അപ്രതീക്ഷിതമല്ലല്ലോ. അപ്പോൾ അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രം ഒരു മാറ്റി നിർത്തൽ, പ്രത്യേക പരിഗണന എന്നൊന്നുണ്ടോ ഷഫീർ? അങ്ങനെയല്ല. അതിനകത്ത് കാണേണ്ടത് എന്താണ്? നോക്കൂ, ഇപ്പോൾ ഗവർണറെ കരിങ്കൊടി കാണിച്ചു. ആരാ കരിങ്കൊടി കാണിച്ചത്? SFIയുടെ നേതൃത്വമാണ്. SFIയുടെ കരിങ്കൊടി കാണിച്ച 3-4 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അഥവാ SFIയുടെ 3-4 പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചാൽ അതിൻ്റെ സംസ്ഥാന അധ്യക്ഷനോ ജില്ലാ പ്രസിഡന്റോനെയോ രാത്രി വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്താലോ അതെങ്ങനെ ഇരിക്കും? അവർ ഇറങ്ങി വന്ന AKG സെന്ററിൽ നിന്നോ അല്ലെങ്കിൽ സ്റ്റുഡൻറ് സെന്ററിൽ നിന്നോ ഇറങ്ങി വന്ന അതിൻ്റെ ഓഫീസ് സെക്രട്ടറി അറസ്റ്റ് ചെയ്താൽ എങ്ങനെ ഇരിക്കും? അതല്ലേ ഇവിടെ സംഭവിച്ചത്. ഒരു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ അങ്ങനെ അങ്ങ് കിടത്തിക്കളയാം, ഇതോടുകൂടി അങ്ങ് നശിപ്പിച്ചു കളയാം. രാഷ്ട്രീയ വൈരാഗ്യം തീർത്ത് 10 ദിവസം ജയിലിൽ കിടന്നോട്ടെ, കണ്ട കേസുകൾ മുഴുവൻ അയാളുടെ മുകളിൽ ചാർത്തി കിടക്കട്ടെ. അങ്ങനെ ശബ്ദിക്കുന്നവൻ, ചാനൽ ചർച്ചകളിൽ വന്ന് ഞങ്ങൾക്കെതിരായിട്ട് നിലപാടെടുക്കുന്നവൻ, കൈവിരൽ ചൂണ്ടുന്നവൻ, പുറത്തിറങ്ങി പ്രസംഗിക്കുന്നവൻ, കേരളം മുഴുവൻ ഞങ്ങൾക്കെതിരായിട്ട് ജാഥ സംഘടിപ്പിക്കുന്നവൻ, സമരം ചെയ്യുന്നവൻ, എതിർ ശബ്ദം മുഴക്കുന്നവൻ, അവൻ പുറത്ത് കാണാൻ വഴിയില്ല, പുറത്തിറങ്ങാൻ പാടില്ല എന്ന് ഒരു രാജാവ് അങ്ങ് തീരുമാനിച്ചാലോ? ജനാധിപത്യത്തിൽ കൊട്ടിഘോഷിക്കപ്പെട്ട നാട്ടിൽ ഒരു രാജാവ് സ്വയം ചക്രവർത്തി ചമഞ്ഞുകൊണ്ട് നിങ്ങൾക്കെതിരായിട്ട് ശബ്ദിച്ചാൽ നിങ്ങൾ അകത്ത് പോ എന്ന് പറഞ്ഞാലോ? ഇവിടെ ഹഷ്മി ഒരു ഇൻട്രോ അവതരിപ്പിച്ചാൽ ആ ഇൻട്രോയുടെ പേരിൽ ഹഷ്മി വേട്ടയാടപ്പെട്ടാലോ? ദേ ഇവിടെ ഇരിക്കുന്ന MN കാരശ്ശേരി മാഷ് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ MD പറഞ്ഞതുപോലെ ഒരു കാര്യം പറഞ്ഞാൽ MN കാരശ്ശേരിയെ അങ്ങോട്ട് പിടിച്ച അകത്തിട്ട് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യത്തെ അങ്ങ് കർട്ടയിൽ ചെയ്താലോ? അതാണോ കേരളത്തിൽ മലയാളികൾ ഇന്നലെ വരെ അനുഭവിച്ചിരുന്ന സ്വാതന്ത്ര്യവും സർഗാത്മകതയും? അതാണോ കേരളത്തിലെ പൗരസ്വാതന്ത്ര്യം? എത്രയെത്ര പൗരസ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് സമരം നടത്തിയ കമ്മ്യൂണിസ്റ്റുകളുടെ മൂല്യം ഇതാണോ? നിങ്ങൾ നോക്ക്. അതുകൊണ്ട് എന്തുണ്ടായി? കേരളത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആ മിനിറ്റ് മുതൽ നിങ്ങൾ ആലോചിക്കണം, അന്ന് വൈകുന്നേരം മുതലല്ല, രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തു എന്ന് പറയപ്പെടുന്ന ആ മിനിറ്റ് മുതൽ തിരുവനന്തപുരത്ത് വന്നപ്പോൾ മാത്രമല്ല, ദേ ഈ മിനിറ്റിൽ ജാമ്യം കിട്ടുന്നത് വരെയും ഞങ്ങളുടെ കുട്ടികൾ തെരുവുകളിലാണ്, ഓരോ ജില്ലയിലും. നിങ്ങൾ ഇങ്ങനെ ഒരു കോൺഗ്രസ് നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഇങ്ങനെ ഒരു കോൺഗ്രസിന്റെ, യൂത്ത് കോൺഗ്രസിന്റെ സമരം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഇങ്ങനെ ചടുലമായി എല്ലാ ജില്ലയിലും സമരവുമായി തെരുവിൽ നിൽക്കുന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇന്നലെ ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ പ്രവീൺ ആലപ്പുഴയിൽ ലാത്തി അടിഞ്ഞ് മുറിഞ്ഞ് ലാത്തി മാറുന്ന ചിത്രം പുറത്തു വരികയാണ്. അയാളുടെ കള്ളിന് പരിക്കേറ്റ് അയാൾ മെഡിക്കൽ കോളേജിൽ കിടക്കുകയാണ്, ICUവിൽ കിടക്കുകയാണ്, തലച്ചോറിന് ക്ഷതമേറ്റുകൊണ്ട്. ഒരു പോലീസുകാരൻ ലാത്തി കൊണ്ട് തലയ്ക്ക് ഇങ്ങനെ അടിക്കുകയാണ്, ലാത്തി ഒഴിഞ്ഞു മാറുകയാണ്. മെനിങ്ങാന്ന് കണ്ണൂർ ഞങ്ങളുടെ സഹോദരിയുടെ മുടിയിടകളിൽ ചവിട്ടി പിടിച്ചുകൊണ്ട് വലിച്ചടക്കുന്ന ഒരു ചിത്രമുണ്ട്. മഹാഭാരത യുദ്ധമുണ്ടായത് പാഞ്ചാലിയുടെ മുടിക്കുത്തിരി പിടിച്ചത് കൊണ്ടാണെങ്കിൽ ഇവിടെ മഹാഭാരത യുദ്ധം പോലെ കേരളത്തിൽ യുദ്ധമുണ്ടാവണ്ടേ? ഞങ്ങളുടെ സഹോദരിയുടെ മുടിയിടകളിൽ ചവിട്ടി പിടിച്ചത് ഇതെന്ത് ജനാധിപത്യമാണ്? എന്നാ തിരിച്ചു നോക്ക്, രാജാവിന്റെ അംഗരക്ഷകൻ ആ പ്രോട്ടോകോൾ മറന്നുകൊണ്ട് പുറത്തിറങ്ങുന്നു. അവൻ നീളൻ കമ്പി വടിയെടുക്കുന്നു. പതുങ്ങി നിൽക്കുന്ന 2 സഹോദരന്മാർ, 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്മാരുടെ മുകളിൽ ആഞ്ഞടിക്കുന്നു. കോടതിയിൽ കേസ് വരുന്നു. കോടതി കേസെടുക്കാൻ പറയുന്നു. എന്തേ അറസ്റ്റ് ചെയ്തില്ല? എന്തേ അറസ്റ്റ് ചെയ്യാത്തത്? പോലീസ് ജീപ്പ് അടിച്ചു തകർത്തു. നിതിൻ പുല്ലൻ അയാളെ പിടിച്ചുകൊണ്ട് വന്ന് പോലീസ് സ്റ്റേഷനിലാക്കി. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അശോകൻ ഇറങ്ങി വന്നു. CIയുടെ കൈയും തട്ടി മാറ്റിയിട്ട് ഇറക്കിക്കൊണ്ട് പോയി. നിതിൻ പുല്ലിനെ പിന്നീട്
കസ്റ്റഡിയിൽ എടുക്കേണ്ടി വന്നു. പക്ഷേ അശോകൻ പിടിച്ചിറക്കി കൊണ്ടുപോയി അശോകനെ വീട് വിളഞ്ഞ് അറസ്റ്റ് ചെയ്തോ? ശരി ഞാൻ തമ്പിയാണ് സലീം മാലിക് പൂജപ്പുരയിൽ സലീം മാലിക് നിർത്തിയോ? ശരി ഞാൻ തമ്പിയാണ് അവിടെ അല്പസമയത്തിനും രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തേക്ക് ഇറങ്ങുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഞാൻ അസ്കറിലേക്കും കാരശ്ശേരി മാഷിലേക്കും എത്താം. സലീം മാലിക്, സലീം, എന്തുകൊണ്ടാണ് ആ മോചനം വൈകുന്നത്? ഏത് രീതിയിലുള്ള സ്വീകരണം നൽകാനാണ് യൂത്ത് കോൺഗ്രസിന് ജയിലിന് പുറത്തെ ആലോചന? സലീം. ഹാഷ്മി, മോചനം നേരത്തെ അത് വൈകിയത് പല സാങ്കേതിക തടസ്സങ്ങളിലൂടെയാണ്. പ്രത്യേകിച്ചും ട്രഷറിയിൽ പണമടയ്ക്കാനുള്ള കാലതാമസം, ട്രഷറി അടച്ചുപോയത് കൊണ്ട് തന്നെ അത് നേരിടാനുള്ള ഒരു കാലതാമസമൊക്കെ ആയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ മോചനം വൈകിപ്പിച്ചത്. ഇപ്പോൾ അത്തരത്തിലുള്ള നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി അവിടെ നിന്നുള്ള ഈ ബെയിൽ റിലീസ് ഓർഡർ ഉൾപ്പെടെയുള്ളവ ജയിലിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് സമയത്തിനകം തന്നെ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിൽ മോചിതനാവും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഈ പൂജപ്പുര ജയിലിന്റെ പരിസരത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. വലിയ തരത്തിലുള്ള ഒരു ആവേശകരമായ സ്വീകരണം രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തിറങ്ങുമ്പോൾ നൽകണം എന്നുള്ളത് തന്നെയാണ് ഒരു ജയിൽ മോചിതനായി ഒരു നേതാവ് വരുമ്പോൾ ലഭിക്കാവുന്ന ഏറ്റവും പരമാവധി സ്വീകരണം, ഏറ്റവും ഗംഭീരമായ ഒരു സ്വീകരണം ഒരുക്കണം എന്നുള്ള നിലയിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. പലതവണ രാഹുൽ മാങ്കൂട്ടത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യങ്ങളൊക്കെ പ്രവർത്തകർ മുഴക്കിയിട്ടുണ്ട്. കാരണം യൂത്ത് കോൺഗ്രസ് ഇതിനെ കാണുന്നത് വലിയൊരു രാഷ്ട്രീയ വിജയമായി തന്നെയാണ്. അത് ഓരോ നേതാക്കളുടെയും പ്രതികരണത്തിൽ നിന്നുണ്ടായിരുന്നു. അത് കോൺഗ്രസ് നേതാക്കളുടെയും ഒപ്പം ദേശീയ അധ്യക്ഷൻ PV ശ്രീനിവാസന്റെയും ഒക്കെ പ്രതികരണത്തിൽ നിന്ന് പറഞ്ഞത് തന്നെയാണ്. സർക്കാരിനെതിരെ നേടിയ ഒരു രാഷ്ട്രീയ വിജയം എന്ന നിലയിലാണ് യൂത്ത് കോൺഗ്രസ് ഇതിനെ കാണുന്നത്. അതുകൊണ്ട് അല്പസമയത്തിനകം രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തു വരുമ്പോൾ ജയിലിനുള്ളിലേക്ക് പോയ രാഹുൽ മാങ്കൂട്ടത്തിലല്ല, അതിനേക്കാൾ കരുത്തനായ ഒരു രാഹുൽ മാങ്കൂട്ടത്തിലെയാണ് തിരിച്ച് പ്രവർത്തകർ പ്രതീക്ഷിക്കുന്നത്. നിയമ പോരാട്ടത്തിലൂടെ നിയമവഴിയിലൂടെ 4 കേസുകൾ എടുത്ത് ആ കേസുകളെ നിയമവഴിയിലൂടെ നേരിട്ട് അതിൽ വിജയം നേടി അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു രാഹുൽ മാങ്കൂട്ടത്തിലാണ്. ഉറപ്പായും DGP ഓഫീസ് മാർച്ചും നേരത്തെ സെക്രട്ടേറിയറ്റിലേക്കുള്ള നൈറ്റ് മാർച്ച് പ്രഖ്യാപിച്ചിരുന്നു. അതും മാറ്റി എല്ലാ പ്രവർത്തകരും ഇവിടേക്ക് കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. ആ നിലയിൽ ഒരു സ്വീകരണം ഒരുക്കിക്കൊണ്ട് തന്നെ അവരുടെ സംസ്ഥാന അധ്യക്ഷനെ പുറത്തിറക്കുക എന്നുള്ളത് തന്നെയാണ് ആ പ്രവർത്തകർ ലക്ഷ്യമിടുന്നത്. മാത്രമല്ല തുടർ സമരപരിപാടികൾ കൂടി ആലോചിക്കും. സർക്കാരിനെതിരായ സമരപരിപാടികളിൽ നിന്ന് പിന്നോട്ടില്ല യൂത്ത് കോൺഗ്രസ് എന്നൊരു പ്രഖ്യാപനം കൂടി ദേശീയ അധ്യക്ഷൻ PV ശ്രീനിവാസ് തന്നെ നടത്തുകയും ചെയ്തിരുന്നു. PV ശ്രീനിവാസന്റെ നേതൃത്വത്തിലായിരിക്കും ഈ സ്വീകരണം ഉണ്ടാവുക. അതിനുശേഷം ഒരു സമര സംഘടന എന്ന നിലയിൽ തുടർ സമരങ്ങൾ ആലോചിക്കുക, തുടർ സമരപരിപാടികളിലേക്ക് കടക്കുക എന്നുള്ളത് തന്നെയാണ് യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളമുള്ള നിലവിലെ പദ്ധതി. ഹാഷ്മി. ശരി, അടുക്കൽ BN ആസ്കർ, ഇവിടെ രാവിലെ ജാമ്യാപേക്ഷ ഉച്ചയ്ക്ക് പരിഗണിക്കുമ്പോൾ പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നത് കസ്റ്റഡിയിൽ വേണമെന്നാണ്. ഈ രാഷ്ട്രീയ എന്ന് പറഞ്ഞാൽ കസ്റ്റഡിയിൽ വാങ്ങുക, ഈ സംഭവ സ്ഥലത്ത് കൊണ്ടുപോയി തെളിവെടുക്കുക, സെക്രട്ടറിയിലൊക്കെ കൊണ്ട് തെളിവെടുക്കുക. അങ്ങനെ നമ്മൾ ഇക്കാലം അത്രയും കണ്ട ഈ പറയുന്ന രാഷ്ട്രീയ സമരങ്ങളിൽ, സെക്രട്ടറിയിലടക്കമുള്ള സമരങ്ങളിൽ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പോലീസ് മറ്റ് കേസുകൾ പോലെ, എന്താണ് കവർച്ചാ കേസുകളിലെ പോലെയോ അല്ലെങ്കിൽ ബലാത്സംഗ കേസിലെ പോലെയോ കൊണ്ടുപോയി തെളിവെടുക്കുന്നതൊക്കെ നമ്മൾ കേരളത്തിൽ ഒരു കാഴ്ച കണ്ടിട്ടുണ്ടോ? ശ്രീ BN ആസ്കർ, അവിടെ ജാമ്യാപേക്ഷ പറയുന്നത് തൊട്ട് മുൻപ് അല്ലെങ്കിൽ തൊട്ട് തലേനാൾ 3 കേസ് കൂടി വീണ്ടും എടുക്കുകയാണ്. അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രാഷ്ട്രീയ വേട്ടയാണ് എന്ന് പറയുന്നത് സാധൂകരിക്കുന്നതല്ലേ ഈ കാഴ്ചകളൊക്കെയും? BN ആസ്കർ. ഹാഷ്മി, 2 പ്രശ്നമാണുള്ളത്. ഒന്ന്, ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് എന്ത് പ്രിവിലേജാണ് ഉള്ളത്? ഒന്നാമതായിട്ടുള്ള പ്രശ്നം അവിടെയാണ്. മറ്റ് 18 പ്രതികൾ ഓൾറെഡി ഈ കേസിൽ റിമാൻഡിലായിരുന്നു. ഇനി 3 പ്രതികൾ കൂടിയുണ്ട്. അവർക്ക് പ്രിവിലേജ് ഉണ്ട്, നിയമസഭയുടെ പ്രിവിലേജ് ഉണ്ട്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു പ്രിവിലേജ് ഇല്ല ഇക്കാര്യത്തിൽ. സ്വാഭാവികമായി പോലീസ് അറസ്റ്റ് ചെയ്തതിന്റെ രീതിയെ സംബന്ധിച്ച് വലിയ തർക്കമുണ്ടായി. ആദ്യമായിട്ടാണോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെ വീട്ടിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്? 333 IPC, അതായത് ഒരു പബ്ലിക് സർവന്റിന്റെ തന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുന്നതിനു വേണ്ടി കൈത്തണ്ട തല്ലിയുടച്ചതാണ്. 10 കൊല്ലം ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പാണ്. അപ്പോൾ സ്വാഭാവികമായി പൊതുമുതൽ നശിപ്പിക്കപ്പെട്ടതിന് മറ്റു വകുപ്പുകളുമുണ്ട്. ആ കേസിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുന്നത്. അറസ്റ്റ് ചെയ്തതിനു ശേഷം പോലീസ് ആ കേസിനെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ കോടതി മുമ്പാക്കി കൊടുക്കുന്നു. അതിനുശേഷം മറ്റ് 3 കേസുകൾ, അതൊരു സ്വാഭാവിക നടപടിയായി. എനിക്കും BRM ഷഫീറിനും ഒക്കെ അത് നല്ലതുപോലെ അറിയാം. സ്വാഭാവിക നടപടി എന്ന് പറഞ്ഞാൽ ഇത് ഈ പറയുന്ന കേസിൽ അറസ്റ്റ് ചെയ്യുന്ന ദിവസം തന്നെ അറസ്റ്റ് രേഖപ്പെടുത്താവുന്നേ ഉള്ളൂ. അത് BN ആസ്കർ, ഈ ദിവസം അറസ്റ്റ് ചെയ്യുന്ന ദിവസങ്ങളിൽ തന്നെ ആ ദിവസം തന്നെ അറസ്റ്റ് രേഖപ്പെടുത്താവുന്നേ ഉള്ളൂ ഈ കേസിലും, അല്ലേ? നേരത്തെയുള്ള കേസാണ്, അങ്ങനെ അറസ്റ്റ് ചെയ്യാം. ഇത് ജാമ്യത്തിന്റെ തൊട്ട് തലേന്നാൾ എന്തിനാണ് ആ കേസ് എടുക്കുന്നത്? ഇത് മിസ്ലോഫുൾ ആളാണ് എന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്തിനാണ് എന്ന് പറഞ്ഞാൽ രാഹുൽ പുറത്തേക്ക് ഇറങ്ങരുത് എന്നതല്ലേ ആ യുക്തി? ഹസ്കർ, അങ്ങനല്ല. പിന്നെ എന്തിനാണ് കസ്റ്റഡിയിൽ വാങ്ങുന്നത്? ഒരു കേസിൽ 4 കേസിൽ പ്രതിയായിട്ടുള്ള അശ്മി, അത് നിയമപരമായി അങ്ങേക്കുള്ള പരിജ്ഞാനക്കുറവുകൊണ്ട് പറയുകയാണ്. 4 കേസുകൾ പ്രതിയായിട്ടുള്ള വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്നത് ഒരു കേസിൽ മാത്രമായിരിക്കും. അതിന്റെ റിമാൻഡ് റിപ്പോർട്ടിന് ശേഷം വീണ്ടും മറ്റു കേസുകളിലേക്ക് റിപ്പോർട്ട് കൊടുത്താണ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത്.
അത് സ്വാഭാവികമായിട്ടുള്ള നിയമപരമായിട്ടുള്ള നടപടിക്രമം മാത്രമാണ്. അങ്ങനെയാണ് രാഹുലിനെയും അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ശ്രീ ഹസ്കർ, ഇത് നിങ്ങൾ രാഷ്ട്രീയ രാഹുലിന്റെ കേസാണ്. 4 കേസിലും ഒരുമിച്ച് അറസ്റ്റ് ചെയ്ത് ഏതോ പ്രിവിലേജ് ഉണ്ട് എന്ന അർത്ഥത്തിൽ പറഞ്ഞു സർ, പ്രിവിലേജ് ഉള്ളവരുണ്ട്. ഈ പ്രിവിലേജ് ഇപ്പൊ അങ്ങനെ ഈ നിതിൻ പുല്ലനെ കേസേ ഇല്ലെന്നേ. ഈ നിതിൻ പുല്ലനെ അങ്ങനെ പറയല്ലേ, അങ്ങനെ അരാഷ്ട്രീയമായി സംസാരിക്കല്ലേ, അങ്ങനെ അരാഷ്ട്രീയമായി നിയമത്തിന്റെ കണ്ണിൽ കൂടെ മാത്രം സംസാരിക്കല്ലേ. രാഷ്ട്രീയ കേസ് ഒരു കേസുണ്ട്. രാഷ്ട്രീയ കേസിൽ അകത്തു പോയവരാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, വി എസ് അച്യുതാനന്ദൻ അടക്കം രാഷ്ട്രീയ കേസുകൾ പോയവർ. അതല്ലാതെ എന്താണ് കവർച്ചാ കേസിൽ പോയവരല്ല CPM. രാഷ്ട്രീയ കേസാണ്, അരാഷ്ട്രീയമായി സംസാരിക്കില്ല. അങ്ങനെ വക്കീലാണ് ശരിയാണെങ്കിൽ കൂടിയും. ശ്രീ ഹസ്കർ, ഇവിടെ നിയമത്തിന്റെ ആ പ്രിവിലേജ് ഉള്ളവരുണ്ട്. നേരത്തെ BRM ഷഫീർ പറഞ്ഞ നിതിൻ പുല്ലനെ ഇറക്കിക്കൊണ്ടുപോയ ഏരിയ സെക്രട്ടറി ഇപ്പോഴും അദ്ദേഹം അറസ്റ്റിലായിട്ടില്ല. ഇന്ന് മകളുടെ വിവാഹം കഴിഞ്ഞ് സുരേഷ് ഗോപി, നവദമ്പതികൾക്ക് എല്ലാ ആശംസകളും അറിയിക്കുകയാണ് കൂട്ടത്തിൽ. ശ്രീ BN ഹസ്കർ സുരേഷ് ഗോപിക്കെതിരെ മാധ്യമപ്രവർത്തകരുടെ ഒരു പരാതി അങ്ങനെ ഓർമ്മയുണ്ട്. ആദ്യം 354A വകുപ്പ് എന്ന നിസ്സാര വകുപ്പ് മൊഴിയെടുത്ത് വിട്ടു. പിന്നീട് ഒരു മാരക വകുപ്പ് കൂടി ചുമത്തിയത് പോലീസാണ്. 354 എന്ന് പറഞ്ഞാൽ മാനഭംഗപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടെ സ്പർശിച്ചു എന്ന വകുപ്പ്. 180 പേരുള്ള കുറ്റപത്രമുണ്ട്, മാധ്യമപ്രവർത്തകരുടെ രഹസ്യമൊഴിയുണ്ട്. മുൻകൂർ ജാമ്യത്തിൽ സുരേഷ് ഗോപി കോടതിയെ സമീപിക്കുമ്പോൾ മാരക വകുപ്പ് ചുമത്തിയ അതേ പോലീസ്, അതേ സർക്കാർ, അഭിഭാഷകൻ പറയുന്നു നിലവിൽ അറസ്റ്റിനുള്ള സാഹചര്യമില്ല. തുടർന്ന് മുൻകൂർ ജാമ്യം. അപ്പൊ പോലീസിന് ഉദാരമനസ്കരാവാൻ ചില ഘട്ടങ്ങളിൽ അറിയാം ഹസ്കർ, അല്ല സർക്കാരിന് അറിയാം. സുരേഷ് ഗോപിയെ ഞാൻ മനസ്സിലാക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി സുരേഷ് ഗോപി അക്കാര്യത്തിൽ മൊഴിയെടുത്തിരുന്നു. അദ്ദേഹത്തിന് 41A നോട്ടീസ് കൊടുത്ത് മൊഴിയെടുത്തിരുന്നു. ഇതിൽ 41A നോട്ടീസ് അല്ല, മൊഴിയെടുത്തു സാർ. മൊഴിയെടുത്തതിന് ശേഷം വിട്ടയച്ചു. അതിനുശേഷമാണ് തുടരന്വേഷണത്തിൽ ഒരു പുതിയ വകുപ്പ് കൂടി ചുമത്തി. അതാണ് ഞാൻ പറഞ്ഞ 354 വകുപ്പ് കൂടി ചുമത്തി. അപ്പോഴാണ് സുരേഷ് ഗോപി മുൻകൂർ ജാമ്യം തേടി കോടതിയിലേക്ക് പോയി. ഈ കൊടിയ വകുപ്പ് ചുമത്തിയ അതേ പോലീസ് തന്നെ ഇപ്പൊ തൽക്കാലം അറസ്റ്റില്ല കേട്ടോ, അതുകൊണ്ട് മുൻകൂർ ജാമ്യം കൊടുക്കാം, ഒരു കുഴപ്പമില്ല എന്ന് സർക്കാർ വാദിക്കുകയാണ് കോടതിയിൽ. ഇതാണ് ഇരട്ട നീതി. ഇപ്പൊ എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പോലെ രാഷ്ട്രീയ കേസിൽ അറസ്റ്റ് ചെയ്ത ആളുടെ കസ്റ്റഡിക്ക് വേണ്ടി അയാൾ ക്രിമിനൽ ആണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി എന്തും ചെയ്യും. അതേസമയം സുരേഷ് ഗോപിക്കെതിരെ അതിനേക്കാൾ കൂടുതൽ ഞാൻ പറഞ്ഞു സുരേഷ് ഗോപിയെ പിടിച്ചറസ്റ്റ് ചെയ്ത് അകത്തിടണം, അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണത്തിൽ പങ്കെടുക്കാൻ അനുവദിക്കരുത് എന്ന ക്രൂരബുദ്ധിയല്ല ഞാൻ പറയുന്നത്. സർക്കാരിന് ഇരട്ട നീതിയെക്കുറിച്ച് ഞാൻ പറയുകയാണ്. അങ്ങനെയല്ല, 41A നോട്ടീസ് കൊടുത്ത് സ്വമേധയാ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി ഇന്ററോഗേഷന് വിധേയനായി കഴിഞ്ഞിരുന്നു അന്ന് സുരേഷ് ഗോപി. സ്വാഭാവികമായി തുടരെ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യകത ഇല്ല എന്ന് ഗവൺമെന്റ് പ്ലീഡർ ഒരുപക്ഷെ ഹൈക്കോടതിയിൽ റിപ്പോർട്ട്. രാഹുൽ മാങ്കൂട്ടം അതിനുശേഷമാണ് ഈ മാരക വകുപ്പ് ജാമ്യമില്ലാത്ത മാരക വകുപ്പ് ചുമത്തിയത്. ചോദ്യം അതാണ് എന്റെ ചോദ്യം. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് മാരക വകുപ്പ് ചുമത്തുന്നത്? ഇപ്പൊ അറസ്റ്റ് ചെയ്യാൻ ഒരു പ്രശ്നവുമില്ല, അറസ്റ്റ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല, അറസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല എങ്കിൽ എന്തിനാണ് മാരക വകുപ്പ് ചുമത്തുന്നത്? രണ്ട് കുറ്റപത്രത്തിന്റെ ഘട്ടം കൂടെ എത്തിക്കഴിഞ്ഞെന്നേ. കുറ്റപത്രം ലഭിച്ചു കഴിഞ്ഞാൽ ജാമ്യത്തിന് ഏതൊരു പ്രതിക്കും അവകാശമുണ്ട്. അങ്ങനെ തന്നെയാണ് ലഭിച്ചിട്ടുള്ളത്. ഇപ്പൊ ഉദാഹരണത്തിന് ജാമ്യത്തിന്റെ സുപ്രീം കോടതിയുടെ നിർദ്ദേശം എന്താ? ആ പ്രതി ആ കേസിൽ തുടർന്ന് സഹകരിക്കുമെന്ന് മജിസ്ട്രേറ്റിനോ ജഡ്ജിക്കോ ഉറപ്പുണ്ടെങ്കിൽ ജാമ്യം കൊടുക്കാം. 2 സാക്ഷികളെ സ്വാധീനിക്കാതിരിക്കുക, ആ പ്രതി സാക്ഷികളെ സ്വാധീനിക്കില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ജാമ്യം കൊടുക്കാം. 3 ആ കേസിന്റെ അന്വേഷണം പൂർത്തീകരിച്ചു. ഇതൊക്കെ സർക്കാരും പോലീസും വ്യാഖ്യാനിക്കുന്ന മട്ടിലാണ്. സർക്കാരും പോലീസും ഒരു പ്രതി പുറത്തിറങ്ങി സ്വാധീനിക്കില്ല എന്നൊരു രാഷ്ട്രീയ തീരുമാനമെടുത്താൽ സ്വാധീനിക്കില്ല. കോടതിയിൽ അങ്ങനെയാണ്. അതല്ല, ഇയാൾ മഹാപരാധിയാണ്, ഇയാൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രതികളെ സാക്ഷികളെ മൊത്തം കൊന്നുകളയും എന്നാണ് സർക്കാരും പോലീസും കരുതുന്നതെങ്കിൽ കോടതിയിലും അതേ വരൂ, അല്ലേ? അതാണ് പറയുന്നത് ഇരട്ട നീതി. PDPP ആക്ടിലും പൊതുമുതൽ നശിപ്പിച്ചിട്ടുള്ളതും പോലീസിന്റെ കൈത്തണ്ട തല്ലിയൊടിച്ചതിലും അതിലെ സാക്ഷികൾ എന്ന് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥന്മാരാ. അവരെ അങ്ങനെ സ്വാധീനിക്കത്തിന് വിധേയമാക്കാൻ കഴിയില്ല എന്നുള്ള ബോധ്യം കോടതിക്കുണ്ട്. അതുകൊണ്ടാണ് ജാമ്യം കൊടുത്തത്. അതൊരു സ്വാഭാവിക പ്രക്രിയ. മാത്രമല്ല, ആ കേസിലെ മറ്റു പ്രതികൾക്ക് ആകമാനം ജാമ്യം ലഭിച്ചിരിക്കുന്നു. കോ അക്യൂസിന് ജാമ്യം ലഭിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ പ്രതിക്ക് ജാമ്യം ലഭിക്കുന്നതിനുള്ള അർഹതയുണ്ട്. അതുകൊണ്ടാണ് ജാമ്യം കൊടുത്തത്. അപ്പൊ അതൊരു വലിയ സംഭവമായി കണ്ട. മാത്രമല്ല, നിങ്ങൾ എന്താ കരുതുന്നേ? യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ വ്യാജരേഖകൾ ചമച്ച് ഒരു വ്യാജ പ്രസിഡന്റ് ആണെന്ന് ഞങ്ങളാരും അല്ലല്ലോ പറഞ്ഞത്. യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരല്ലേ പറഞ്ഞത്. വ്യാജ നിർമ്മിതിയിലൂടെ പ്രസിഡന്റ് ആയിട്ടുള്ള ഒരു അതാ എനിക്കറിയാൻ വയ്യത്. ഈ എന്താണ് സെക്രട്ടറിയിലേക്ക് ഒരു മാർച്ച് നടത്തിയ കേരളപ്പിറവിയുടെ ചരിത്രത്തിലെ ഇതപര്യന്തം ചരിത്രത്തിലെ ആദ്യ കേസാണ് എന്ന ഭീകരവൽക്കരിച്ച് ആ കേസിലാണ് അറസ്റ്റ് ചെയ്യേണ്ടത്. അതിനേക്കാൾ ഗുരുതരമായ കേസ് അതല്ലേ? കേസെടുത്ത് എത്ര നാളായി? ഇന്നാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് വിടുന്നത്. എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യാപേക്ഷ വരുന്നത്? ആ ദിവസം അത് ക്രൈംബ്രാഞ്ചിന് വിടുന്നു. എന്തെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും നടപടി ആ കേസിലുണ്ടായോ? രാഹുലിലേക്ക് എത്താവുന്ന എന്തെങ്കിലും ഉണ്ടെന്ന് പോലീസ് ഇതുവരെ പറഞ്ഞ കേസ് എന്തെങ്കിലും ഉണ്ട്? 5 പ്രതികളെ അറസ്റ്റ് ചെയ്തു, ഇഷ്ടംപോലെ ജാമ്യം എടുത്തു പോയി. നോക്കണം, ഒരു മാരക കുറ്റമാണ്, വ്യാജരേഖ ചമച്ചു എന്നുള്ള മാരക കുറ്റമാണ്. ആ പ്രതികൾക്ക് മൊത്തം ജാമ്യം കിട്ടി കോടതിയിൽ നിന്ന്. അങ്ങ് വക്കീലല്ലേ? അത് മാത്രമല്ല, ആ കേസിൽ യൂത്ത് കോൺഗ്രസിന്റെ ഇലക്ടറൽ ഓഫീസർ നൽകേണ്ട രേഖകൾ നൽകിയിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
അപ്പൊ സ്വാഭാവികമായി അതിന്റെ അന്വേഷണത്തിന്റെ കാലതാമസം ഉണ്ടാവും. ആ കാലതാമസത്തിൽ മാത്രമാണ് ആ കേസ് വൈകുന്നത് എന്ന് മാത്രം അങ്ങ് ഇപ്പൊ മനസ്സിലാക്കുക. അല്ലാതെ ഇതിലൊരു രാഷ്ട്രീയ പകപോക്കലിന്റെയും സാഹചര്യം സൃഷ്ടിക്കുന്നില്ല. മാത്രമല്ല അങ്ങ് കരുതുന്ന ഇരട്ട നീതിയെ സംബന്ധിച്ച് പറയുന്നത് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു, അവരെ കെ എം ഷാജഹാൻ എന്നൊരാളുണ്ട്, കടുത്ത ഇടതുവിരോധിയും പിണറായി വിരോധിയുമാണ്. അദ്ദേഹം ഒരു വീഡിയോ അടുത്തിടെ എനിക്കെതിരെയും ചെയ്തു, കടുത്ത ഭാഷകൾ, അങ്ങനെ വിയോജിപ്പുകൾ, സീമകളില്ലാത്ത വാക്കുകൾ പറയുന്ന ആളാണ്. ഏതോ സമരത്തിൽ നോക്കി നിന്നു എന്ന് പറഞ്ഞിട്ട് പിടിച്ചകത്തിട്ടായിരുന്നു കെ എം ഷാജഹാനെ. അതിൽ ചാർജ് ഷീറ്റെങ്കിലും ആയോ എന്നറിയോ ശ്രീ ബി എൻ ഭാസ്കർ? അല്ല, അങ്ങനെയല്ല. അതിന് എല്ലാ കേസുകൾക്കും ഉടൻ തന്നെ 90 ദിവസമെന്നോ 60 ദിവസത്തിനോ ചാർജ് ഷീറ്റ് കൊടുക്കണമെന്നോ ഞാൻ കരുതുന്നില്ല. ഘട്ടങ്ങളിലൂടെ അങ്ങനെയുള്ളൂ. അങ്ങനല്ല, അല്ല വർഷം എത്രയാ, അല്ല 10 കൊല്ലമായി ചാർജ് ഷീറ്റ് കൊടുക്കാത്ത കേസുകൾ കേരളത്തിന്റെ പോലീസിന്റെ അന്വേഷണത്തിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ അത് അന്വേഷണത്തിന്റെ ഭാഗമായി നടക്കുന്ന പ്രക്രിയ മാത്രമാണ്. അങ്ങനെ ആ പ്രക്രിയയിലൂടെ മാത്രമാണ് പോകുന്നത്. അല്ലാതെ ഇതിൽ ഒരു തരത്തിൽ മാത്രമല്ല. നിങ്ങൾ എന്താ കരുതുന്നത്, കേരളത്തിൽ ആദ്യമായി ഒരു വിദ്യാർത്ഥി യുവജന സംഘടനാ നേതാവ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് ശ്രീ രാഹുൽ മാങ്കൂട്ടം എന്ന അർത്ഥത്തിലാണ് നിങ്ങൾ ഇതിനെ ചർച്ചയിലേക്കും അത്തരത്തിലൊരു ഗ്ലോറിഫിക്കേഷനിലേക്കും പോകുന്നത്? നമുക്കറിയാം, ഒരു സമരത്തിന്റെ ഉദ്ഘാടനത്തിന്റെ സമയത്താണ് എറണാകുളത്ത് തെരുവിൽ വെച്ചിട്ട് സഖാവ് പി രാജീവിനെ പ്രസംഗിച്ചു എന്ന കുറ്റത്തിന്റെ പേരിലാണ് പോലീസ് പഞ്ഞിക്കിട്ടത്. അതുപോലെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് നടയിൽ നിരാഹാരം കടന്ന ഇന്നത്തെ ധനകാര്യമന്ത്രി സഖാവ് കെ എൻ ബാലഗോപാലിന്റെ കൈത്തണ്ട ആ സമരപന്തലിൽ കയറി പോലീസ് തല്ലി ഒടിച്ചത് ആ അന്നത്തെ പോലീസാണ്. ആ ഭരണ സംവിധാനത്തിൽ നിന്ന് ജീവിതത്തിൽ ആദ്യമായി ജയിലിലേക്കും പോകുന്നത് കൊണ്ടാണ് ഈ നിലവിളി. നമ്മൾ മുന്നോട്ട് പോകലല്ലേ? മുന്നോട്ട് പോകുമ്പോൾ പഴയകാലത്തെ പ്രാകൃതമായ ഉപദ്രവങ്ങൾ വീണ്ടും എടുത്ത് ഉന്നയിക്കുക, പഴയകാലത്തെ അടിയന്തരാവസ്ഥ കാലത്തെ ജയിലനുഭവങ്ങൾ പിന്നെയും കൊണ്ട് ഇക്യൂറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അത് നിലനിൽക്കുന്നതാണെന്ന് അങ്ങ് ആലോചിക്കും. ഞാൻ അങ്ങനെയൊക്കെ തമ്പിയാണ്. ശ്രീ എം എൻ കാരശ്ശേരി, ഇവിടെ നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ സെക്രട്ടേറിയറ്റിലെ സമരം ചരിത്രത്തിലെ ആദ്യ സമരമല്ല, അവിടേക്ക് സമരം പോകുന്ന ആദ്യമല്ല. ഇവിടെ പോലീസിനെതിരെ അതിക്രമങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്നലെ നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി മുഹമ്മദ് റിയാസ് ഒരു കേസിൽ ജാമ്യം എടുത്തു. ഈ പൊതുമുതൽ നശിപ്പിച്ച കേസാണ്. സഭയ്ക്കകത്തെ കേസിലേക്ക് കേസ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി വരെ സർക്കാർ പോകുന്നുണ്ട്. ആ കേസ് മാത്രമല്ല, എ റഹീം അടക്കമുള്ള ഡിവൈഎഫ്ഐ നേതാക്കൾ പ്രതികളെ പൊതുമുതൽ നശിപ്പിക്കൽ കേസ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഈ സർക്കാർ പല ആവർത്തി അപ്പീൽ പോയിട്ടുണ്ട്. ഇനി പോലീസിനെതിരെയാണെങ്കിലോ, നേരത്തെ BRM ഷഫീർ പറഞ്ഞ അവിടെ ചാലക്കുടിയിൽ ITI തെരഞ്ഞെടുപ്പിന് ശേഷം ഹെൽമെറ്റ് വെക്കാത്തതിന് പെറ്റിയടിച്ചു എന്നായിരുന്നു കുറ്റം. വണ്ടി അടിച്ചു പൊളിച്ച ആ കേസിലെ പ്രതികൾ എന്ന് പറഞ്ഞാൽ ആ പ്രതി ഇറക്കൊണ്ട് പോയ ഏരിയ സെക്രട്ടറി അടക്കമുള്ളവർ പുറത്തുണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്രയും വലിയ കോലാഹലമുണ്ടാക്കി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് എന്തിനാണ് എന്ന സ്വാഭാവിക സംശയം അപ്പോഴുണ്ടായ ശ്രീ എം എൻ കാരശ്ശേരി ഒരു ദോഷകൃതർക്ക് പറഞ്ഞു കേട്ടത് ചില വാർത്തകൾ മറച്ചു വെക്കാനാണെന്നുള്ളതാണ്. ആലോചിച്ചപ്പോൾ 2 വാർത്തകൾ, പ്രധാന വാർത്തകൾ വന്നു. ഒന്ന് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ മാസപ്പടി, അതിനകത്ത് കേസെടുത്ത വാർത്ത. 2 കരുവന്നൂരിൽ പി രാജീവിനെതിരെ ഒരു പ്രധാനപ്പെട്ട മാപ്പ് സാക്ഷിയുടെ മൊഴിയടക്കം പുറത്തു വരുന്ന വാർത്ത. ആ ദോഷകൃതർക്കിനെ കുറ്റം പറയാൻ പറ്റുമോ എൻ്റെ സംഭവം ആലോചിച്ചാൽ? എം എൻ കാരശ്ശേരി. ഹാഷ്മി, എനിക്ക് ആദ്യം നമ്മുടെ കോടതിയിലുള്ള വിശ്വാസം ഒന്നുകൂടി ഉറപ്പിക്കുന്നതാണ് ഈ ജാമ്യം. ഇതിനെപ്പറ്റിയുള്ള വാർത്തകൾ ശ്രദ്ധിച്ചപ്പോൾ എന്നെപ്പോലെ പലരും ആധിയുള്ളവരായിരിക്കും ഇയാൾക്ക് ജാമ്യം കിട്ടാതെ ആയിപ്പോകും. ഇപ്പോൾ ബിൽക്കിസ് ബാനു കേസിൽ ആ 11 പ്രതികളെയും അവരെ വെറുതെ വിട്ടയച്ചത് സുപ്രീം കോടതി റദ്ദാക്കി. അപ്പോൾ ഈ തരത്തിൽ നമ്മുടെ നിയമവാഴ്ച നീതിപീഠം എന്ന് പറയുന്നത് സജീവമായിട്ടുണ്ട് എന്ന് ഉള്ള ഒരു ആശ്വാസം എന്നെപ്പോലുള്ള ജനാധിപത്യ വിശ്വാസികൾക്ക് ഉണ്ടാകുന്നൊരു കാര്യമാണ്. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത രീതി, നമ്മൾ കുറച്ച് മുമ്പ് കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ വെച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരായിട്ട് കരിങ്കൊടി കാണിച്ച SFIയുടെ നേതാവിനെയും വേറൊരു വനിതാ നേതാവിനെ അറസ്റ്റ് ചെയ്ത രീതി നമ്മൾ കണ്ടതാണ്. ആർഷോ വരൂ, ഞാനാണ് പറയുന്നത്, വരൂ എന്ന് ഇതുപോലെ വനിതാ നേതാവിനോട് മോളെ കരയല്ലേ എന്ന് പറഞ്ഞിട്ടാണ് അറസ്റ്റ് ചെയ്യുന്നത്. ഞാൻ അറസ്റ്റിന് വഴങ്ങാം, എന്നോട് ബലം പ്രയോഗിക്കേണ്ട ആവശ്യമില്ല എന്ന് രാഹുൽ പറയുമ്പോൾ അത് കണക്കാക്കാതെ പോലീസ് ബലം പ്രയോഗിക്കുന്നത് നമ്മൾ കാണുന്നു. അപ്പോൾ അതിൽ രാഷ്ട്രീയമായ വൈരനിര്യാതന ബുദ്ധി ഉണ്ടോ ഇല്ലേ എന്ന് ആർക്കും സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല. പിന്നെ ഇതുകൊണ്ടുള്ള നേട്ടം കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇങ്ങനെ പല അനുഭവമുണ്ട്. 48 കാലം തൊട്ട് പോലീസും കോൺഗ്രസ്സുകാരൊക്കെ അവരോട് കാണിച്ചുള്ള പല അക്രമങ്ങളുണ്ട്. അതൊക്കെ അവർക്ക് ഗുണകരമായി എന്നതിൻ്റെ തെളിവാണ് നമ്മുടെ ഭാഷയിലുള്ള കമ്മ്യൂണിസ്റ്റ് പച്ച എന്നുള്ള പ്രയോഗം. വെട്ടുംതോറും തഴയ്ക്കുന്ന
ഒരു ചെടിക്ക് മലയാളികളിട്ട പേരാണ് കമ്മ്യൂണിസ്റ്റ് പച്ച. അപ്പോൾ ഈ തരം കാര്യങ്ങളൊക്കെ ഇതിപ്പോൾ തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന നേതാവിന് വലിയ നേട്ടമാണിത്. യൂത്ത് കോൺഗ്രസിന് പതിവില്ലാത്ത ഊർജവും ഊറ്റവും കൊടുക്കുന്ന ഒന്നാണിത്. പിന്നെ എനിക്ക് കീഴ്വഴക്കം എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ എല്ലാ കാലവും CPM ഭരണത്തിലിരിക്കാൻ പോകുന്നില്ല, പ്രതിപക്ഷം ആകും. അപ്പോൾ പ്രതിപക്ഷ സംഘടനകൾ സമരം നടത്തില്ലേ? അപ്പോൾ എന്താണ് ഇപ്പം യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ച് ഭീകര സമരമാണ് പറയുന്നത് EP ജയരാജനാണ്. ആരാണ്? LDF കൺവീനറാണ്, CPMന്റെ ഏറ്റവും സമുന്നത നേതാക്കൾ ഒരാളാണ്. അത് ഭീകര സമരമാണെങ്കിൽ ഇനി CPM പ്രതിപക്ഷത്തേക്ക് വരുമ്പോൾ SFI DYF നടന്ന സമരങ്ങൾ എല്ലാം രഘുപതി രാഘവ രാജാറാം പതീത പാവന സീതാറാം എന്ന് പറഞ്ഞ് ഗാന്ധിയൻ സമരമാർഗം ചെയ്യാൻ പോവുകയാണ് അവർ. അല്ലല്ലോ. കരസിൽ മാഷ് ഒരു കീഴ്വഴക്ക പ്രശ്നം അതിൽ ഉണ്ടാവുന്നില്ലേ? ഉണ്ടാക്കി വെക്കുന്ന ഓരോരോ പരാമർശങ്ങൾ, ഓരോരോ രീതികൾ. അതെ, തീർച്ചയായിട്ടും. അതായത് ഇപ്പോൾ നമ്മുടെ കൂടെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട അസ്കർ ഇതിനു മുമ്പത്തെ ഗവൺമെൻറ് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ രാജീവിനോടും ശ്രീ ബാലഗോപാലിനോടും കാണിച്ച അന്യായങ്ങളെ പറ്റി പറയാണ്. അത്തരം അന്യായങ്ങൾ അവർ ചെയ്തു, അതുകൊണ്ട് ഞങ്ങളും അന്യായം ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതെന്ത് ന്യായീകരണമാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അവരോ അന്യായം ചെയ്തു, ഞങ്ങൾ അന്യായം ചെയ്യുന്നില്ല. ഞങ്ങൾ നിയമവാഴ്ചയെ ബഹുമാനിക്കുന്നു, ഞങ്ങൾ നീതിപീഠത്തെ ബഹുമാനിക്കുന്നു, ഞങ്ങൾ ജനാധിപത്യ മര്യാദയോട് കൂടി എല്ലാം ചെയ്യുകയുള്ളൂ എന്ന് പറയാനല്ലേ ഒരാൾ ഇരിക്കേണ്ടത്? ഭാസ്കർ പറയുന്ന അവരങ്ങനെ ചെയ്തു, പിന്നെ ഇങ്ങനെ ചെയ്താൽ എന്താണെന്നാണ്. ഇതിനു മുമ്പ് രാവിലെ അല്ലെങ്കിൽ രാത്രി ആരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ കോൺഗ്രസ്സുകാരോ BJPക്കാരോ ചെയ്തൊക്കെ ശരിയാണ് തെറ്റാണെന്നുള്ളതല്ല നമ്മളിപ്പോൾ പറയുന്നത്. നമ്മളിപ്പോൾ പറയുന്ന കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് നേതാവിനോട് ചെയ്തത് എന്താണെന്നാണ്. അപ്പോൾ എനിക്കിത് മനസ്സിലാവാത്തൊരു കാര്യം, ഇവിടെ ഇപ്പോൾ ഭരണപക്ഷവും പ്രതിപക്ഷവും കാണിക്കുന്ന ഒരു പ്രകടനമുണ്ട്. എന്താണത്? സമരം എന്ന് പറയുന്നത് തെരുവ് യുദ്ധമാണെന്ന് വരിക. ഇപ്പം നമ്മുടെ വിദ്യാർത്ഥികൾ, നമ്മുടെ യുവാക്കൾ എന്താണിതെന്ന് മനസ്സിലാക്കേണ്ടത്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും പ്രതിപക്ഷത്തെ ഒരു സംഭാഷണത്തിന് വിളിക്കുന്ന പണി ഒരിക്കലും ഇപ്പോൾ 7.5 കൊല്ലമാകുമ്പോഴാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരിക്കലും ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോഴാണ് കേന്ദ്രത്തിനെതിരായിട്ട് സമരം ചെയ്യാൻ പ്രതിപക്ഷത്തിൻ്റെ പിന്തുണ വേണമെന്ന് പറയുന്നത്. 99 സീറ്റ് കിട്ടി ജയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ ഒരിക്കലും ഇത് മറന്നു പോകില്ല, കാരണം അത്ര എനിക്ക് വിഷമമുണ്ടാക്കിയൊരു വാക്യമാണത്. പ്രതിപക്ഷത്തിൻ്റെ UDFൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടു. UDF ആണല്ലോ ഇവിടുത്തെ പ്രതിപക്ഷമില്ലാതെ എന്ത് ജനാധിപത്യമാണ്? അപ്പോൾ അദ്ദേഹം എന്താണ് പ്രശ്നം, വരൂ നമുക്ക് സംസാരിക്കാം എന്നാണല്ലോ പറയേണ്ടത്. ഇത് തെരുവിൽ തല്ലി തീർക്കേണ്ട എന്ത് രാഷ്ട്രീയ പ്രശ്നമാണ് കോൺഗ്രസിനും CPMനും തമ്മിലുള്ളത്, അല്ലെങ്കിൽ LDFനും UDFനും തമ്മിലുള്ളത്? അപ്പോൾ ഇത് വലിയ കഷ്ടമാണ്. ആ നവകേരള സദസ്സിൻ്റെ കാര്യത്തിൽ ഇതിൽ കൂടുതൽ ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്കാണ്, കാരണം അദ്ദേഹം മുഖ്യമന്ത്രിയാണെന്നുള്ളതുകൊണ്ട് ഭരണപക്ഷത്തിനാണ് കൂടുതൽ ഉത്തരവാദിത്തം. ഇങ്ങനെ തെരുവിൽ തെറിവിളിയും അക്രമവും തെരുവ് യുദ്ധവും ഉണ്ടാക്കുക എന്നുള്ള അല്ല രാഷ്ട്രീയ പ്രവർത്തനം. അപ്പോൾ SFIക്കാരാണെങ്കിലും KSUക്കാരാണെങ്കിലും യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും DYFI ആണെങ്കിലും ഒക്കെ ഈ ആയുധം കൊണ്ടാണോ നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? ആശയം കൊണ്ടല്ലേ? അപ്പോൾ അത്തരം ചർച്ചയ്ക്ക് വിളിക്കാത്ത എന്താണെന്ന് എനിക്ക് ഒരിക്കലും മനസ്സിലായിട്ടില്ല. അപ്പോൾ ഇവിടെ എന്താണ് നിങ്ങളുടെ പ്രശ്നം? നിങ്ങൾ എന്ത് പരിഹാരമാണ് നിങ്ങൾക്ക് വേണ്ടത്? എന്താണ് ഞങ്ങളെപ്പറ്റി നിങ്ങളുടെ പരാതി എന്ന് ചോദിക്കണല്ലോ. അതിന് പകരം കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ്സുകാരെ ഗൺമേൻ അടിക്കുന്നു, പോലീസ് അടിക്കുന്നു, DYFI അടിക്കുന്നു. അതിന് മുഖ്യമന്ത്രി ജനങ്ങളോടുള്ള അങ്ങേയറ്റത്തെ പുച്ഛുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ വാക്ക് പറയാൻ പറ്റുള്ളൂ. രക്ഷാപ്രവർത്തനം എന്ന് പറയാം, അതെൻ്റെ കൺമുമ്പിൽ നടന്നു, അതൊരു മാതൃകാപരമാണെന്ന് പറയാം. അപ്പോൾ എന്താണ് ഈ തെരുവ് യുദ്ധത്തിന് ആഹ്വാനം കൊടുക്കുന്ന മാതിരി പ്രതിപക്ഷക്കാർ സംസാരിച്ചാൽ തെറ്റാണ്, മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി സംസാരിച്ചാൽ അതിനേക്കാൾ വലിയ തെറ്റാണ്. അതുകൊണ്ട് ഈ അക്രമ രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ എന്ത് വേണം? തൻ്റെ ഭരണകാലത്ത് ഇത്തരം അക്രമങ്ങൾ ഉണ്ടാവരുത്, എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതാണ് ജനാധിപത്യത്തിൻ്റെ രീതി എന്ന് ആദ്യം ആലോചിക്കേണ്ടത് നമ്മുടെ മുഖ്യമന്ത്രിയാണ്. രണ്ടാമത് ആലോചിക്കേണ്ടത് പ്രതിപക്ഷ നേതാവാണ്. അതിന് അന്തരീക്ഷം ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്വം തീർച്ചയായിട്ടും ഭരണകക്ഷിക്കാണ്. അതിന് പകരം ഈ ബ്രെഡൻ കോളേജിൽ പഠിക്കുമ്പോൾ നടത്തിയ തല്ലുംപിടിയുടെ കഥകൾ പറയാണ്. എന്തൊരു കഷ്ടം ആലോചിച്ച് നോക്കൂ. അതായത് താനൊരു ഗുണ്ടാത്തലവനായിരുന്നു എന്ന തരത്തിൽ ഒരു മുഖ്യമന്ത്രി സംസാരിക്കുന്നത് നമുക്കൊക്കെ എന്തൊരു അവമാനമെന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ പറയൂ, ഞങ്ങൾ മറുപടി പറയാം, അല്ലെങ്കിൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ ബോധ്യപ്പെടുത്തി ആ പരിഹാരം ഉണ്ടാക്കാം എന്ന് പറയുന്നതിനെയാണ് രാഷ്ട്രീയമെന്നും ജനാധിപത്യം എന്ന് പറയാം. ഇതിപ്പോൾ TV കാണുമ്പോഴും പത്രം കാണുമ്പോഴും നവമാധ്യമങ്ങൾ കാണുമ്പോഴൊക്കെ തെരുവ് യുദ്ധങ്ങളെ നമ്മൾ കാണുന്നത്. ആളുകൾ തെറി വിളിക്കുന്നു, പിന്നെ സൈബർ പോരാളികൾ യാതൊരു അന്തസ്സും ഒരു നിലവാരമില്ലാതെ വാക്കുകൾ ഉപയോഗിക്കുന്നു, അസഭ്യം പറയുന്നു, അശ്ലീലം പറയുന്നു. ഇതൊക്കെയാണോ രാഷ്ട്രീയ പ്രവർത്തനം? ഇതൊക്കെ അരാഷ്ട്രീയതയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ്.
കമ്മ്യൂണിസ്റ്റുകാർ രണ്ട് കാര്യം എപ്പോഴും പറയും. ഒന്ന്, ചരിത്രത്തെ പിടിച്ച് ആണയിടും. ബംഗാളിൽ നിന്ന് അതിൻ്റെ ചരിത്രത്തിൽ നിന്ന് എന്താണ് ഇവർ പഠിച്ചത്, അല്ലെങ്കിൽ ത്രിപുരയിൽ നിന്ന് അതിൻ്റെ ചരിത്രത്തിൽ നിന്ന് എന്താണ് പഠിച്ചത്, ഇവരോട് പണ്ട് കോൺഗ്രസ്സുകാരും മറ്റുള്ളവരും കാണിച്ച അക്രമത്തിൽ നിന്ന് ഇവർക്കുണ്ടായ നേട്ടങ്ങൾ എന്താണ് എന്നിവർ എന്തുകൊണ്ടാണ് മറന്നു പോകുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ജനാധിപത്യ രാഷ്ട്രീയം എന്ന് പറയുന്നത് അഹിംസാനിഷ്ഠമാണ്. അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഗാന്ധിയുടെ ഒരു വാക്കാണ്, ഡോണ്ട് ഫൈറ്റ്, ടോക്ക്. ശരി മാഷെ, സംഘടന എന്തായാലും പക്ഷേ ഇതൊക്കെ ഉൾക്കൊണ്ട് എം ടി വാസുദേവൻ എന്നാണ് പറഞ്ഞത്. പക്ഷേ ഡൊണാൾഡ് ട്രംപിനെ കുറിച്ചും ഈദി അമീനെ കുറിച്ചും ഒക്കെയാണ് ഞാൻ തിരികെ എത്തും. ശ്രീ ബി ആർ എം ഷഫീർ ഇന്നിപ്പോൾ മാത്തുക്കുഴൽനാടൻ MLA പറയുകയാണ്, എന്താണോ കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് അതുതന്നെയാണ് കേരളത്തിൽ ചെയ്യുന്നത് പറയുന്നത്. അങ്ങനെ ഒരു താരതമ്യം കുറച്ച് കടന്ന താരതമ്യം. ഇപ്പോൾ രാഹുൽ ഗാന്ധി അയോഗ്യനാക്കുന്നു, ഇതുപോലെ നിയമത്തിന്റെ വഴിക്കാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അയോഗ്യനാക്കൽ. പക്ഷേ അതുമായി ഒരു താരതമ്യമുണ്ടോ? ശരിയാണ്, ഇപ്പോൾ ഇന്ന് പ്രധാനമന്ത്രി വന്നു, അവിടെ മുഖ്യമന്ത്രി നേരിട്ട് സ്വീകരിക്കാൻ പോയി. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നോട് സംസാരിക്കുന്നതിനാൽ കൂടുതൽ ഇങ്ങനെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ഊഷ്മള ബന്ധത്തിൽ പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയും ഏതാനും മിനിറ്റുകളോളം സംസാരിച്ച് കുശലം പറഞ്ഞു. അതിനുശേഷം കൊച്ചിൻ ഷിപ്പ്യാർഡിൽ പോകാൻ നേരം പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയോട് യാത്ര പറഞ്ഞൊക്കെ ഇറങ്ങുന്നുണ്ട്. ആ സൗഹൃദം പ്രധാനമന്ത്രി മുഖ്യമന്ത്രി സൗഹൃദമല്ലേ? അപ്പോൾ അതുകൊണ്ട് ഈ കേന്ദ്രം ചെയ്യുന്നതൊക്കെ കേരളത്തിൽ ചെയ്യുന്നു എന്ന് പറയാമോ ബി ആർ? അങ്ങനെയൊന്നുമല്ല. എക്സാലോജിക്കലിൻ്റെ റിപ്പോർട്ടിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ കോപ്പറേറ്റീവ് മന്ത്രാലയം കൊടുത്തിരിക്കുന്നത് 4 മാസം, അഥവാ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട്. തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് CPI മത്സരിക്കുന്ന അരിവാൾ നിൽക്കുന്നതിന് മത്സരിക്കുന്ന സ്ഥലത്ത് CPM സഹായിച്ചില്ലെങ്കിൽ മകളകത്ത്. നിങ്ങൾ എഴുതി വെച്ചോളൂ, 19 സീറ്റുകളിൽ BJP CPMനെ സഹായിക്കുമെങ്കിൽ CPMന്റെ അംഗീകരിക്കപ്പെട്ട കേഡർമാർ തൃശ്ശൂരിൽ BJPക്ക് വോട്ട് ചെയ്തുകൊണ്ട് സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നുള്ള രഹസ്യ ബാന്ധവത്തിന്റെ ഇപ്പോഴത്തെ ബലമാണ് ഇന്ന് ഒരു അനൗപചാരിക പരിപാടിയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി വന്നപ്പോൾ പോലും നിന്ന് പോയി ചേട്ടനും അനിയനും നിൽക്കുന്നത് പോലെ നിന്നത്. ഒരു ഉദാഹരണം നിങ്ങളോട് പറഞ്ഞുതരാം. രാഹുൽ മാങ്കൂട്ടത്തിനെ യാതൊരു തരത്തിലുള്ള ഓവർടാക്റ്റുകളും ഇല്ലാത്ത കേസിൽ അറസ്റ്റ് ചെയ്ത പിണറായി വിജയനോട് ഞങ്ങളുടെ ചോദ്യം, മഞ്ചേശ്വരത്ത് തെരഞ്ഞെടുപ്പിൽ അപരന് കാശ് കൊടുത്ത കേസിൽ നേരിട്ട് തെളിവുകൾ പിണറായി വിജയന്റെ പോലീസ് കണ്ടെത്തിയിട്ടും എന്തേ സുരേന്ദ്രനോട് ഒരു സൗമനസ്യം? 3 കൊല്ലമായല്ലോ, അറസ്റ്റ് ചെയ്തില്ലല്ലോ, പോലീസ് സ്റ്റേഷനിൽ ഒരു വാറണ്ട് പോയില്ലല്ലോ, ഒരു രാത്രിയിൽ ഒരു വീട് വളഞ്ഞില്ലല്ലോ. ചോദിക്കട്ടെ, എന്നിട്ടോ സുരേന്ദ്രൻ ജാമ്യം എടുക്കാൻ പോയപ്പോൾ പ്രോസിക്യൂഷൻ നിശബ്ദമായിരുന്നു. നിങ്ങൾ നോക്ക്, ആദിവാസി ഗോത്രസഭയുടെ നേതാവിന് പണം പൂക്കൂടയിൽ കൊടുത്ത 2ാമത്തെ കേസ്, സുരേന്ദ്രന്റെ കേസ്. എന്തേ അറസ്റ്റ് ചെയ്യാൻ കാണിച്ചില്ല? ഈ വഴക്കവും ഈ രാത്രിയുള്ള കയറ്റവും ഈ ജനാധിപത്യത്തിന്റെ ഈ അറും കൊലയെന്ന് ഞങ്ങൾ അവിടെ കണ്ടില്ല. 3, കൊടകര കൊഴൽപ്പണ കേസിൽ അന്നത്തെ പ്രധാനപ്പെട്ട പ്രതി സുരേന്ദ്രന്റെ മകനെ ഇതിന് തൊട്ട് മുമ്പ്, ഈ പണം പിടിക്കപ്പെടുന്നതിന് തൊട്ട് മുമ്പ് 43 തവണ വിളിച്ചതായി കോൾ റെക്കോർഡുകൾ, യാത്രാ റെക്കോർഡുകൾ, CCTV ക്യാമറകൾ, ശാസ്ത്രീയ തെളിവുകൾ. സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്തില്ല, മോനെ അറസ്റ്റ് ചെയ്തില്ല. സാക്ഷി പട്ടികയിൽ പോലും ഉൾപ്പെടുത്താതെ രക്ഷപ്പെടുത്തി കൊടുക്കുന്ന കേരളത്തിലെ പിണറായി വിജയന്റെ RSS നയം ഞങ്ങൾ കണ്ടതാണ്. രാഹുൽ മാങ്കൂട്ടം കുഴൽപ്പണം കടത്തിയോ? രാഹുൽ മാങ്കൂട്ടം എന്ത് ചെയ്തിട്ടാ? പിന്നെ ഞങ്ങൾക്കറിയാമെന്നേ, അവിടെ ചന്ദൻ ബസു ബംഗാളിൽ ഇതാ ചെയ്തത്. ചന്ദൻ ബസു ആരെങ്കിലും സമരത്തിന് വന്ന നന്ദിഗ്രാമിലെ സഹോദരിമാരെ വെടിവെച്ചിട്ടു, സിംഗൂറിൽ സമരത്തിന് വന്ന തൊഴിലാളികളെ വെടിവെച്ചിട്ടു, ഇവിടെ നിങ്ങളും വെടിവെച്ചിട്ടോ? നന്ദിഗ്രാമിലും സിംഗൂരിലും ബംഗാളിൽ എങ്ങനെയാണോ സംഭവിച്ചത് അതുപോലെ നാളെ കേരളത്തിലും ഉണ്ടാവും. പിന്നെ നിങ്ങളൊരു കാര്യം പറഞ്ഞു, ഞാനൊരു കാര്യം നേരത്തെ ഹഷ്മി പറഞ്ഞതുകൊണ്ട് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാം. 10 വർഷം മുമ്പത്തെ കേസിൽ മന്ത്രി റിയാസിന് ജാമ്യം. 10 വർഷം മുമ്പത്തെ കേസാണ്. KSRTC ബസിന്റെ ഹെഡ്ലൈറ്റുകൾ തകർത്ത കേസിൽ 10 വർഷത്തിന് ശേഷം മുഹമ്മദ് റിയാസിന് ജാമ്യം. 2013 ജൂൺ മാസം 27 മലപ്പുറത്തെ കുന്നുമലിൽ പിന്നെ സോളാർ കേസുമായി ബന്ധപ്പെട്ട് 13,300 രൂപയുടെ നഷ്ടമുണ്ടാക്കിയ കേസിലാണ് ഹാജരായി ജാമ്യം എടുത്തത്. ഞാൻ പറഞ്ഞത് കാര്യം ശരിയാണ്, പൊതുമുതൽ നശിപ്പിക്കപ്പെട്ടത്. പക്ഷേ ഏറഹിം അടക്കം നടത്തിയ സമരത്തിൽ പോലീസുകാർ ഗുരുതര പരിക്കേറ്റിട്ടുണ്ട്. സ്വാശ്രയ സമരകാലത്ത് കത്തിയ വണ്ടികൾ കൈ കണക്കുണ്ടോ? ഇപ്പൊ അത് വലിയ ആനക്കാര്യമൊന്നും അല്ലാന്നേ, അതൊക്കെ സമരത്തിലുള്ളതാണ്. ഉമ്മൻചാണ്ടി വിചാരിക്കുകയാണ് മുഹമ്മദ് റിയാസിനെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഇപ്പുറത്തെ മന്ത്രിയുടെ മരുമകൻ പുമുഖവൻ അകത്ത് കിടക്കില്ലേ? ഈ കഴിഞ്ഞ ആഴ്ചയിലെ തിരുവനന്തപുരത്ത് കോടതി 2014 കേസിൽ റഹീമിനെയും അതുപോലെ തന്നെ സ്വരാജിനെയും ഇവിടെ ശിക്ഷിക്കപ്പെട്ടില്ലേ? 7,000 പിഴയടക്കാൻ പറഞ്ഞില്ലേ? 2014 പൊതുമുതൽ നശിപ്പിച്ച കേസിൽ. അപ്പോ അന്ന് അറസ്റ്റ് ചെയ്തോ? വീട് കയറി അറസ്റ്റ് ചെയ്തോ? ഇല്ല. അതൊക്കെ പൊതുമുതൽ നശിപ്പിച്ച കേസായിരുന്നിട്ട് പോലും
രാഷ്ട്രീയ പൊളിറ്റിക്കൽ ലീഡേഴ്സിനോട് കാണിക്കുന്ന സാമാന്യ മര്യാദയുടെ പേരിൽ അതങ്ങനെ ചെയ്തു. അത് ചെയ്തത് ഉമ്മൻചാണ്ടിയാണ്. ഇവിടുത്തെ പ്രശ്നം ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. നിങ്ങൾ നോക്കൂ, ഇവരെന്ത് മാറിയിരിക്കുന്നു, ഇവരുടെ സമീപനം എന്തുമാത്രം മാറിയിരിക്കുന്നു. നിങ്ങൾ നോക്ക്, നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോ ഡിവൈഎഫ്ഐയും യുവമോർച്ചയും കേരളത്തിലെ കളത്തിലുണ്ടോ? നിങ്ങൾ ഏത് ഹഷ്മി വെറുതെ ഒന്ന് ഇരുന്ന് ചിന്തിക്ക്, അല്ലെങ്കിൽ കാരശ്ശേരി ഭാഷ വെറുതെ ഇരുന്ന് ചിന്തിക്ക്, ഹസ്കർ ചിന്തിക്ക്. എല്ലാ ദിവസവും മീഡിയയിൽ യൂത്ത് കോൺഗ്രസ്, സമരം ചെയ്ത യൂത്ത് കോൺഗ്രസ്, തല പൊട്ടിപ്പൊളഞ്ഞിട്ടും മുദ്രാവാക്യം വിളിച്ച് മുന്നേറുന്ന സഹോദരിമാർ, മുടിയിഴകൾ ചവിട്ടിയറയ്ക്കപ്പെട്ടിട്ടും സമരം ചെയ്ത സഹോദരങ്ങൾ, തല പൊട്ടി ചോരയൊഴുകിയിട്ടും സമരത്തിന് തീഷ്ണത കൂട്ടുന്ന യൂത്ത് കോൺഗ്രസിന്റെ സ്പേസിൽ യൂത്ത് കോൺഗ്രസ് മാത്രമേ ഉള്ളൂ. യുവമോർച്ച ഉണ്ടോ? അവർക്ക് സമരമുണ്ടോ? SFI ഒരു പേരിന് സമരം ചെയ്തിട്ട് 7 കൊല്ലായില്ലേ? SFI തൂത്തറിയപ്പെട്ടില്ലേ? DYFI ഒരു സമര സംഘടന എന്ന് മാറിയിട്ട് നിങ്ങൾക്കറിയാം, അധികാരത്തിന്റെ ദർബാറുകളിൽ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ കുട്ടികൾക്കോ എന്തെങ്കിലും ഡോക്ടറേറ്റും കിട്ടി ജോലിയും കിട്ടുമ്പോൾ തീർന്നില്ല അവരുടെ ശൗര്യം. ഇത് രണ്ടും തീർന്നില്ലേ കേരളത്തിൽ? ഗവർണർക്കെതിരെ സമരമുണ്ട്, മറന്നതാണ്. ഗവർണർക്കെതിരെ നല്ല ഗംഭീരമായ സമരം ഉണ്ടായിരുന്നു. ഗവർണർക്കെതിരായി സമരം ചെയ്യുന്ന ഗവർണർക്കെതിരായിട്ട് കരിങ്കൊടി കാണിച്ചാൽ അത് നല്ല കരിങ്കൊടിയും, പിണറായി വിജയനെതിരെയും തമ്പുരാന് മഹാചക്രവർത്തിക്കെതിരായി ആരെങ്കിലും കരിങ്കൊടി കാണിച്ചാൽ അത് തീവ്രവാദ പ്രവർത്തനം അല്ലേ? ഇതാണ് നിങ്ങളുടെ സമീപനം. തീർന്നില്ല. ഒരു കാര്യം കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. ശ്രീ ശ്രദ്ധിക്കൂ, നമ്മളെ വണ്ടിപ്പെരിയാറിൽ ഈ ജാഗ്രത നിങ്ങൾ കാണിച്ചില്ലല്ലോ. ഈ പോലീസ് വണ്ടിപ്പെരിയാറിൽ ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ചു. ഡിവൈഎഫ്ഐയുടെ ജില്ലാ നേതാവ്, അയാളെ കുറ്റസമ്മത വഴിയുണ്ട്, അവന്റെ ശാസ്ത്രീയ തെളിവുകളുണ്ട്. ജില്ലാ ജഡ്ജി വെറുതെ വിട്ടിട്ട് പറഞ്ഞു, ഇയാൾ തന്നെയാകാം, പക്ഷെ എനിക്ക് ശിക്ഷിക്കാൻ പറ്റുമുള്ള ജില്ലാ നേതാവ് നേതാവാണോ? ഡിവൈഎഫ് നേതാവുമല്ല, അല്ല ഡിവൈഎഫിയുടെ നേതാവുമല്ല. ഔദ്യോഗിക ഭാരവാഹിത്വത്തിലും നേതാവ് എന്ന് പറയുന്ന ഔദ്യോഗിക ഭാരവാഹിത്വം ഉണ്ടാവണ്ടേ? നേതാവ് എന്ന് പറഞ്ഞ ഔദ്യോഗിക ഭാരവാഹിത്വം ഉണ്ടാവണ്ടേ? ഭാരവാഹിത്വം ഇല്ലെന്നാണോ ഹർഷി പറയുന്നത്? ഭാരവാഹിത്വം ഉണ്ടെന്ന് അറിയോ? എനിക്കറിയില്ല. ഡിവൈഎഫ്ഐയുടെ ഇല്ല, അർജുന്റെ ഡിവൈഎഫ് ഭാരവാഹിത്വം എനിക്കറിയില്ല. എന്താണ് അങ്ങനെ പറ, അത് അന്തസ്. നിങ്ങളുടെ പഴയ SFI പുറത്തിറങ്ങരുത്. SFI സംരക്ഷിക്കാൻ ഇറങ്ങണ്ട. എന്താണ് അങ്ങനെ വേണ്ട. ഞാൻ ഇപ്പോഴും പറയുന്നു, വണ്ടിപ്പെരിയാറിലെ ഔദ്യോഗികമായ ഡിവൈഎഫ്ഐയുടെ ഭാരവാഹിത്വം വഹിക്കുന്ന ആളാണ് ആ കേസിലെ പ്രതിയായത്. അന്ന് ഈ രാഹുൽ മാങ്കൂട്ടം ഉൾപ്പെടെയുള്ള ആളുകൾ വണ്ടിപ്പെരിയാറിലെ പ്രതിയെ സംരക്ഷിച്ച പ്രോസിക്യൂഷനെതിരായിട്ട് അവിടെ സമരം നയിച്ചപ്പോ മദ്യക്കുപ്പിയർ എവിടെ നിന്നറിയോ? നെടുങ്കണ്ടത്തെ പാർട്ടി ഓഫീസിൽ നിന്ന്. പ്രതികൾ ഓടിക്കറിയത് എവിടെയാണെന്നറിയോ? ഈ പെൺകുട്ടിയുടെ പിതാവിനെ കുത്തിയിട്ട് മുഖ്യപ്രതി ഓടിക്കറിയത് എവിടെയാണെന്നറിയോ? നെടുങ്കണ്ടത്തെ CPMന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ. ഇതാണ് കേരളം. തീർന്നില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. പിന്നെ നേരത്തെ പറഞ്ഞു, പ്രിവിലേജ് ഉണ്ടോ രാഹുൽ മാങ്കൂട്ടത്തിന്? പ്രിവിലേജ് ഉണ്ടോ? പ്രതിപക്ഷ നേതാവിന്റെയും MLAയുടെയും MP യുടെയും പ്രിവിലേജ് ഉണ്ടോ? അസ്കർ നോക്കിക്കോ. മാസം 1-2 കഴിഞ്ഞോട്ടെ. ഈ അറസ്റ്റ് ചെയ്യാൻ വന്ന കന്റോൺമെന്റ് CA ഉൾപ്പെടെയുള്ളവരില്ലേ, സല്യൂട്ട് അടിച്ചു നിൽക്കും രാഹുൽ മാങ്കൂട്ടത്തിന് മുമ്പിൽ. പ്രിവിലേജ് ഉണ്ടാക്കി കൊടുക്കാൻ കോൺഗ്രസ് അറിയാം. പ്രിവിലേജ് എന്താണെന്നും എങ്ങനെ ഉണ്ടാക്കി കൊടുക്കണമെന്നും കോൺഗ്രസ് നിങ്ങൾക്ക് ഞങ്ങൾ പഠിപ്പിച്ചു തരാം കേട്ടോ. പൂജപ്പുരലേക്ക് ഒന്നുകൂടി പോകണം. അതിന് ഭാസ്കറിലേക്ക് ഒന്ന് പോയിട്ട് ബിആർഎം പറയുകയാണ്, യൂത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരുന്നൊരു സംഘടന നാളുകൾക്കകം ഒരു സമരസംഘടനയായി മാറി. ഈ ദിവസങ്ങളിൽ കേരളത്തിന്റെ തെരുവീതികളിൽ മൊത്തം വലിയ സമരം. ജലപീരങ്കികൾ വർദ്ധിത വീരത്തിൽ ആവർത്തിച്ചടിച്ചിട്ടും പിരിഞ്ഞു പോകാത്ത, അല്ലെങ്കിൽ ജലപീരങ്കി അടിച്ചടിച്ച് പല സ്ഥലങ്ങളിലും പീരങ്കിയിലെ വെള്ളം തീർന്നു, എന്നിട്ടും പിരിഞ്ഞു പോകാത്ത സമരവീര്യമുള്ള വലിയൊരു സമര സംഘടനയാക്കി അതിനെ കേരളത്തിൽ വളർത്തിയെടുത്തു കൊടുത്തു കേരള പോലീസും ആഭ്യന്തര വകുപ്പും. ശ്രീ ബി എൻ അസ്കർ. അശ്മി, തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ നടന്ന ആ സമരത്തിന്റെ ദൃശ്യങ്ങൾ അങ്ങൊന്ന് പരിശോധിക്കൂ. കാരശ്ശേരി മാഷ് അത് കണ്ടില്ലെന്നോ അതോ കണ്ടിട്ട് കണ്ണടയ്ക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. ആ മാർച്ചിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അടക്കം ഷീൽഡിൽ ആഞ്ഞാഞ്ഞ് പട്ടിക കൊണ്ട് അടിച്ച് ആ ഷീൽഡുകൾ പൊട്ടുമാർ അടിച്ചിട്ടും ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കൈത്തണ്ട, അവിടുത്തെ സബ് ഇൻസ്പെക്ടറുടെ കൈത്തണ്ട തല്ലി ഒടിച്ചിട്ടും ഒക്കെയാണ് ആ സമരം നടന്നത്. ആ സമരത്തിൽ രാഹുലിന് ഓവർടേക്ക് ഇല്ല എന്ന് BRM ഷഫീർ പറയുമ്പോൾ ഒരു നേതാവ് എന്ന നിലയിൽ, ഒരു യുവജന സംഘടനാ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം എന്തായിരുന്നു? ആ അക്രമ പ്രവർത്തനങ്ങളെ തടയണമായിരുന്നു, ആ ആക്രമണ പ്രവർത്തനങ്ങളെ നിരുത്സാഹപ്പെടുത്തണമായിരുന്നു. അങ്ങനെ ചെയ്തില്ല എന്ന ഗൗരവതരമായിട്ടുള്ള സാമൂഹിക ഉത്തരവാദിത്വം ഇല്ലായ്മയാണ് രാഹുലിന് നേരെ ഉയർന്നു വരുന്ന ഒരു ചോദ്യം. നിങ്ങൾ പ്രിവിലേജ് ഒക്കെ ഉണ്ടാക്കി കൊടുത്തോളൂ,
പക്ഷേ ഈ ചോദ്യം അന്തരീക്ഷത്തിൽ ഇതിങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കും. പിന്നെ നിങ്ങൾ പറഞ്ഞു കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു വനിതാ നേതാവിന്റെ തലതല്ലി പൊളിച്ചത്. തിരുവനന്തപുരം നഗരത്തിലുള്ള ഒരു വിദ്യാർത്ഥി സമരകാലത്ത് ഗീവനാകുമാരി അങ്ങേക്കറിയാം. ഇന്ന് ഡിസ്ട്രിക്ട് ഗവൺമെന്റ് ലീഡറാണ് തിരുവനന്തപുരത്തെ. ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് പറഞ്ഞ് എല്ലാ അക്രമങ്ങൾക്കും പ്രോത്സാഹനം കൊടുത്ത പിണറായി വിജയനല്ലേ കേരളത്തിൽ? അങ്ങനെയാണെങ്കിൽ ഒന്നാം പ്രതിയാവേണ്ടത്. ശരി, ജീവൻ രക്ഷാ വധശ്രമങ്ങളെ ന്യായീകരിച്ച മുഖ്യമന്ത്രിയല്ലേ ഒന്നാമത്തെ യൂത്ത് കോൺഗ്രസിന്റെ സമരത്തിന് പ്രേരിപ്പിക്കുന്നതാണ് കുറ്റമെങ്കിൽ. ഷഫീർ കേരള യൂത്ത് കോൺഗ്രസ് സമരത്തിന്റെ മുദ്രാവാക്യം എന്താ സമരത്തിന്റെ കോസ്? രാജ്യം അതിരൂക്ഷമായ തൊഴിലില്ലായ്മയെ നേരിടുന്ന ഘട്ടത്തിലാ 20-ാം തീയതി നിങ്ങളൊന്ന് ഡിവൈഎഫ്ഐയുടെ 20-ാം തീയതി വൈകുന്നേരമേ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ഒന്ന് ഇറങ്ങി നോക്കൂ. ഡിവൈഎഫ്ഐയുടെ മനുഷ്യച്ചങ്ങലയുണ്ടെന്നേ. അതാണ് സമരോത്സുകത. ഞങ്ങളൊരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ആ സമരത്തിന് വരുന്നത്. ഷഫീർ ഒരു കാര്യം മനസ്സിലാക്കി വെച്ചോ, ഞങ്ങളൊരു ടി ഗീനാകുമാരെ തലതല്ലി പൊലിച്ച പോലീസാണ് കേരള പോലീസ്. അന്ന് ഭരിച്ചിരുന്നത് കെ കരുണാകരനാണ്. ആദ്യമായിട്ടല്ല വനിതാ നേതാക്കന്മാർക്ക് തല്ലുകൊള്ളുന്നതും. സമരത്തിൽ അക്രമം ഉണ്ടായാൽ അങ്ങനെ ആവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ സമരം അക്രമാസക്തമായ എന്നാൽ അല്ല ഗീനാകുമാരിയെ തല്ലിയതും സഖാവ് ബാലഗോപാലിനെ തല്ലി കൈത്തൊണ്ടയൊടിച്ചതും സഖാവ് പി രാജീവിനെ തല്ലി ഒടിച്ചതും SP ആയിരുന്നിട്ടും തന്റെ വീട്ടിൽ പോലീസ് വളഞ്ഞ് മുഹമ്മദ് റിയാസിനെ അറസ്റ്റ് ചെയ്തതും അതൊക്കെ രാഷ്ട്രീയ വൈരാഗ്യമായിരുന്നേ. ഒരു തെരുവിൽ സമരം പോലീസിനെതിരെ കയർക്കുന്നതും ഷീൽഡിൽ പിടിച്ചു വലിക്കുന്നതും ഷീൽഡ് അടിക്കുന്നതൊന്നും കേരളത്തിന്റെ ചരിത്രത്തിലെ ആദ്യ കാഴ്ചയല്ല ഭാസ്കർ. അങ്ങേക്ക് ഓർമ്മയില്ലെങ്കിൽ ഞങ്ങൾ ആർക്കൈവ്സിലുണ്ട്. SFIയുടെ പഴയ സമയത്തിൽ പെട്രോൾ ബോംബ് പോലീസിനെതിരെ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. അതാ കേരളം ഒരു വാർത്ത വായിക്കാം. 2011 ജൂൺ 29 സർക്കാരിന്റെ സ്വാശ്രയ വിദ്യാഭ്യാസ നേതൃത്വത്തിലുള്ള SFI മാർച്ചിനിടയിലാണ് യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിൽ വെച്ച റഹീമിന്റെ നേതൃത്വത്തിൽ പ്രതികൾ പോലീസിന് നേരെ കരിങ്കൽ ചീളുകളും സ്ഫോടക വസ്തുക്കളും വലിച്ചെറിഞ്ഞത്. അന്നത്തെ DCP ജോളി ചെറിയാനും പേരൂർക്കട സ്റ്റേഷനിലെ ASI രാജേന്ദ്രനും ഗുരുതരമായി പരിക്കേറ്റു. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ടാറ്റാ സുമോയുടെ ചില്ല് തകർന്നു. സർക്കാർ 9,270 രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് കേസ്. ഇത് ചരിത്രത്തിൽ ആദ്യമായി പോലീസിനെതിരെ കയർക്കുന്നതും ആക്രോശിക്കുന്നതും ഷീൽഡിൽ പിടിച്ചു വലിക്കുന്നതും ലാത്തി പിടിച്ചു വാങ്ങുന്നതും അല്ല. ഇതിന്റെയൊക്കെ 50 ഇരട്ടി SFI ചെയ്തിട്ടുണ്ട് ഹസ്കർ. ഇതിങ്ങനെ ഒരു അത്ഭുതം പോലെ പറയുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെയല്ല. SFIയുടെ സമരകാലത്ത് അങ്ങേക്കറിയാമോ ക്യാമ്പസിനുള്ളിൽ കടന്നുകൂടാ, പ്രിൻസിപ്പളിന്റെ അനുമതിയില്ലാതെ പോലീസിന് ക്യാമ്പസിനുള്ളിൽ കടന്നുകൂടാ എന്ന ഉത്തരവ് നിലനിൽക്കുന്ന ഘട്ടത്തിൽ ക്യാമ്പസുകൾക്കുള്ളിൽ പോലീസ് ഇരച്ചു കയറി ക്യാമ്പസിലുണ്ടായിരുന്ന വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ചത് ആരുടെ ഭരണകാലത്താ? അപ്പോ സ്വാഭാവികമായും വിദ്യാർത്ഥികൾ തിരിച്ചു പ്രതികരിച്ചിട്ടുണ്ടാവുന്നേ. ആ പ്രതികരണങ്ങളെയാണോ നിങ്ങൾ ബോംബേറെന്നും മറ്റുമൊക്കെ പറയുന്നത്? അങ്ങനെ സമരം നടന്നിട്ടുണ്ടെന്നേ കേരളത്തിന്റെ. അന്ന് ഈ സമരം നടത്തി അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു വിദ്യാർത്ഥി നേതാവും ഞങ്ങളതാ ഇങ്ങനെ റിമാൻഡ് ചെയ്തു എന്ന് പറഞ്ഞ് നിലവിളിച്ചില്ല. അതാണ് വ്യത്യാസം. അന്നേ ആ കാലത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട SFIയുടെയോ DYFIയുടെയോ നേതാക്കന്മാരാരും ഞങ്ങൾ നിലവിളിച്ചോ? ഞങ്ങൾ ആ കേസിന്റെ ഇല്ല ഞാൻ നമ്മൾ പറഞ്ഞ എന്താണ്? നമ്മൾ പറഞ്ഞത് അതിനെ നിലവിളിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല. ഇത് കേരളത്തിന്റെ ജനാധിപത്യ ചരിത്രത്തിൽ, പ്രതിപക്ഷ സമരങ്ങളുടെ ചരിത്രത്തിൽ പോലീസിനെതിരായ കയ്യേറ്റവും പോലീസിനെതിരായ ആക്രോശവും ഒക്കെ അങ്ങ് അതിഭീകരമായി ഇങ്ങനെ നമ്മൾ അയ്യോ ഇതെന്താണിത് എന്ന് അത്ഭുത കണ്ണോടുകൂടി വിരിഞ്ഞ കണ്ണോടുകൂടി കണ്ടു നിൽക്കേണ്ട ഒന്നല്ല. കേരളം ഇത് കണ്ട് തഴമ്പിച്ച കാഴ്ചകളാണ് അസ്കർ. ഇപ്പൊ കുറവാണ്, ഒരുപാട് കുറവാണ് അല്ലേ? PDP വന്നോടെ ഹാഷ്മി ഇതിലൊരു കാണേണ്ടത് PK ബിജുവിനെയും G മുരളീധരനെയും പോലീസ് അറസ്റ്റ് ചെയ്ത് കയ്യാമം വെച്ച് വലിച്ചിടച്ചാണ് ജീപ്പിൽ കയറ്റിയത് ഒരു കാലഘട്ടത്തിൽ, ഒരു സമരകാലത്ത്. അത് അന്ന് ആരും നിലവിളിച്ചില്ല ഇതുപോലെ. അതാണ് വ്യത്യാസം. ഇപ്പോ രാഹുലിനു വേണ്ടി നിലവിളിക്കുന്ന മാധ്യമങ്ങളും അന്ന് ആ SFI DYFI നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തപ്പോൾ നിലവിളിച്ചില്ലെന്നുള്ള പരാതിയും പരിഭവമാണ് ഞങ്ങൾക്കുള്ളത്. അന്ന് ആ വിദ്യാർത്ഥി നേതാക്കന്മാർക്ക് ആർക്കും ലഭിക്കാത്ത പ്രിവിലേജ് എന്താണെന്നാണ് ഞങ്ങളുടെ ചോദ്യം. അന്ന് ഞങ്ങളെയൊക്കെ ഞങ്ങൾക്കാർക്കും ലഭിക്കാത്ത പ്രിവിലേജ് ഈ പറയും പോലെ അധികാരമാറ്റം ഉണ്ടാകുന്നു എന്ന് വെക്കുക.
അവിടെ അന്ന് SFI ഡിവൈഎഫ്ഐയുടെയും സമരസഖാക്കളെ ഇതുപോലെ പോലീസ് തല്ലിച്ചതയ്ക്കുന്നത് നോക്കുക. അസ്കർ, ഒരു സംശയം വേണ്ട, എൻ്റെ ശബ്ദം അതിനെതിരെ കടുത്ത ഭാഷയിൽ വരും. ഒരു തർക്കം അക്കാര്യത്തില്ല, ഉയർന്നിട്ടുമുണ്ട് നേരത്തെ. ഞാൻ ചെമ്മൻകാരശ്ശേരി ഇവിടെ നിയമത്തിൻ്റെ വഴിക്ക് പോകുമെന്നുള്ളതാണ് തുടക്കം മുതൽ. അത് നിയമത്തിൻ്റെ വഴി മാത്രമാണ്, അതിൻ്റെ മറ്റ് ഇടപെടലൊന്നുമില്ല. ചെമ്മൻകാരശ്ശേരി ഇപ്പോൾ താരതമ്യം അല്ലെങ്കിൽ കൂടിയും അവിടെ രാഹുൽ ഗാന്ധി അയോഗ്യനാക്കി. പക്ഷേ അവിടെയും നിയമത്തിൻ്റെ വഴിക്ക് പോയതാണ്. അവിടെയും ഈ പറഞ്ഞ മോദി സമുദായത്തെ അധിക്ഷേപിച്ചൊരു കേസുണ്ടായി, കോടതിയിലേക്ക് പോയി. ആ കേസ് ഒരു ഘട്ടത്തിൽ പെട്ടെന്ന് അങ്ങ് നിർജ്ജീവമായി, വളരെ പെട്ടെന്ന് ദുരൂഹമായി. ആ കേസ് വീണ്ടും ആക്റ്റീവ് ആവുന്നു, ചടപടയെന്ന് കോടതിയിലേക്ക് പോകുന്നു, ചടപടയെന്ന് കോടതി ഉത്തരവ് വരുന്നു, പെട്ടെന്ന് അയോഗ്യനാക്കുന്നു. ഇപ്പോൾ സിദ്ദീഖ് ഇപ്പോൾ ഞങ്ങളുടെ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്തു. അതും പറഞ്ഞ് നിയമത്തിൻ്റെ വഴി എന്താണ് പേടിക്കാൻ, കോടതിയിൽ പോയാൽ പോരെന്ന് ചോദിച്ചു. കാരശ്ശേരി മാഷെ, അവിടെ സിദ്ദീഖ് കാപ്പനെതിരെ ഒരു കേസുണ്ട്. ഹാത്രസിലെ കൂട്ടബലാത്സംഗ കേസിനെതിരെ കൊല്ലപ്പെട്ട ആ കുഞ്ഞിൻ്റെ വീട്ടിലേക്ക് പോയി, അവിടെ പോയി ആഹ്വാനം നടത്തി UAPA എന്തോ ലഘുലേഖയോ ബാൻഡറോ എന്തൊക്കെ കണ്ടുപിടിച്ചു. അവിടെയും കേസുണ്ട്, അവിടെയും വകുപ്പുണ്ട്, കോടതികൾ അവിടെ UP പോലീസ് വാദിക്കുന്നുണ്ട്. എം.എൻ. കാരശ്ശേരി മാഷി, എപ്പോഴും ഈ നിയമത്തിൻ്റെ വഴി എന്നുള്ളത് അത്ര നിഷ്കളങ്കമായ ഒരു ആപ്തവാക്യമല്ല. ഹാഷ്മി, ഞാനൊരു പഴയ കഥ പറയാം. 1933 ഹിറ്റ്ലർ ജർമ്മനിയിൽ ചാൻസലറായത്. അദ്ദേഹം അവിടുത്തെ യഹൂദ സമുദായത്തിലെ അംഗങ്ങൾക്കെതിരായിട്ട് ഒരുപാട് അന്യായങ്ങൾ ചെയ്തു. 45 അദ്ദേഹം ആത്മഹത്യ ചെയ്തു, യുദ്ധം തീർന്നു. പിന്നെ ന്യൂറംബർഗ് വിചാരണയിൽ തെളിഞ്ഞ ഒരു കാര്യം, നിയമവിരുദ്ധമായി ഹിറ്റ്ലർ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ്. എന്താ കാരണം എന്ന് വിചാരിച്ചാൽ, ആദ്യം അദ്ദേഹം ചെയ്തത് യഹൂദന്മാർക്ക് അവരുടെ പൗരത്വം റദ്ദാക്കുകയാണ്. അപ്പോൾ പൗരത്വമില്ലാത്തവർക്ക് പൗരാവകാശം ഉണ്ടാവില്ലല്ലോ. അപ്പം നിയമത്തിൻ്റെ കണ്ണിൽ അദ്ദേഹം ഒരു കുറ്റം ചെയ്തിട്ടില്ല, കാരണം അദ്ദേഹം നിയമം ആദ്യം അങ്ങനെയാക്കി. ഇപ്പോൾ ഒരു ഗവൺമെൻറ് വിചാരിച്ചാൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്ന് നമ്മൾ ഗുജറാത്തിൽ കണ്ടതാണ്. അപ്പോൾ അതിനെപ്പറ്റിയാണ് BBC-യുടെ ഡോക്യുമെൻ്ററി വന്നത്. അതിപ്പോൾ മോദി അന്ന് എന്ത് നിലപാടെടുത്തു, അതിലിപ്പോൾ നമ്മുടെ മലയാളിയായ RB ശ്രീകുമാറും ടീഷ സിൽവാടൊക്കെ നിലപാടെടുത്തിട്ട് ഇപ്പോൾ അവർ പകത്തായി. ഈ തരത്തിലാണ് എപ്പോഴും നിയമം എന്ന് പറയുന്നത് പോലീസിൻ്റെയും കോടതിയുടെയും ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ്. അതിന് വല്ലപ്പോഴാണ് കോടതികൾ നമുക്കൊരു ആശ്വാസം തരുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ സംഭാഷണത്തിലുള്ളൊരു തമാശ, അസ്കർ സമ്മതിക്കുകയാണ് ഇതിൽ രാഷ്ട്രീയ പകപോക്കലുണ്ട്. കാരണം അദ്ദേഹം ആവർത്തിച്ച് പറയുന്നു, രാജീവിനോട് അന്ന് അങ്ങനെ ചെയ്തില്ലേ, ബാലഗോപാലിനോട് ഇങ്ങനെ ചെയ്തില്ലേ, മറ്റേ സമരത്തിൽ ഇങ്ങനെ ചെയ്തില്ലേ, മറ്റേടത്ത് അടിച്ചു പൊട്ടിക്കുന്നത് കാരശ്ശേരി മാഷ് കണ്ടില്ലേ. ഞാനിതൊക്കെ കണ്ടതാണ്, എനിക്കിത് ഓർമ്മയുണ്ട്. പക്ഷേ ഒരു നിയമപരമായ ഒരു സംഗതി ചെയ്യുമ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന്, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന്, പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്ന് ഇരട്ട നീതി ഉണ്ടാവാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തെങ്കിൽ കേസെടുക്കണം. അതിന് എനിക്കൊരു പരാതിയില്ല, ആർക്കും പരാതി ഉണ്ടാവില്ല, കോൺഗ്രസ്സുകാർക്കും പരാതി ഉണ്ടാവേണ്ട കാര്യമില്ല. പക്ഷെ എടുക്കുന്ന രീതിയുണ്ട്, അതിന് ചേർക്കുന്ന വകുപ്പുകളുണ്ട്. കോടതിയിൽ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേന്ന് വേറെ വകുപ്പ്, അതിൻ്റെ പിറ്റേന്ന് വേറെ വകുപ്പ് എന്ന തരത്തിൽ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ആർക്കും ഇത് നിയമവാഴ്ചയുടെ പ്രശ്നമല്ല, ഒരു രാഷ്ട്രീയ പകവക്കലിൻ്റെ കാര്യമാണ് എന്ന് തോന്നുന്ന മട്ടിലാണ്. അപ്പം ഇത് വളരെ പരിഹാസ്യമാണ്. ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഈ നിയമസഭയിൽ പൊതുമുതൽ നശിപ്പിച്ച കേസിലെ പ്രതികളൊക്കെ പിന്നീട് സ്പീക്കർമാരായി, മന്ത്രിമാരായി, ചിലരൊക്കെ ഇപ്പോഴും മന്ത്രിമാരായി തുടരുന്നു. അത് റദ്ദാക്കാൻ വേണ്ടി സുപ്രീം കോടതി വരെ നമ്മൾ നീതി കൊടുക്കുന്ന പണം ഉപയോഗിച്ച് പോരാടുന്ന ഒരു സംസ്ഥാന സർക്കാർ, ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം പൊതുമുതൽ നശിപ്പിച്ചു. അത് രാഹുൽ മാങ്കൂട്ട സംഘമാണെങ്കിൽ കേസെടുക്കണം. പക്ഷേ അത് എടുക്കുന്ന രീതി, അതിന് ചേർക്കുന്ന വകുപ്പുകൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്കിത് എല്ലാവരും പൊട്ടന്മാരല്ലല്ലോ, നമുക്കിത് ആലോചിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ എൻ്റെ കൂടെയുള്ള 2 പേരും, ഞാൻ ആവർത്തിക്കുകയാണ്, വക്കീലന്മാരാണ്. ഞാൻ നിയമമൊന്നും പഠിച്ചിട്ടില്ല, പക്ഷേ സാമാന്യ ബുദ്ധി എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. ആ സാമാന്യ ബുദ്ധി വെച്ച്, നമ്മുടെ നീതിബോധം വെച്ച്, ജനാധിപത്യ ബോധം വെച്ച് ഈ തരത്തിലൊക്കെ പെരുമാറുന്നത് തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെയും നിയമവാഴ്ചയുടെയും പ്രതിച്ഛായയെ പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നാണ് എന്ന് അവർ തിരിച്ചറിയണം. കാരണം പ്രിവിലേജ് എന്ന് പറയുന്നത് കുറ്റം ചെയ്ത ആളുകൾക്ക് MLA ആണ് അല്ലെ മന്ത്രിയാണ് എന്നുള്ള നിലയ്ക്ക് ഉള്ള ഒരു സംരക്ഷണമായാൽ പറ്റില്ല. കാരണം അവരുടെ പേരിൽ കേസെടുക്കുമ്പോൾ അതിന് സ്പീക്കറുടെ അനുമതി വേണം തുടങ്ങിയുള്ള കാര്യങ്ങളാണത്. അല്ലാതെ അവർക്ക് ക്രിമിനൽ കുറ്റം ചെയ്യാമെന്നല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ സംഗതി പ്രതിപക്ഷത്തിന് ശക്തി പകരുന്ന ഒന്നായിട്ടാണ് തീർന്നത്. എൻ്റെ നിരീക്ഷണമാണ് ഞാൻ പറയുന്നത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ പതിവില്ലാത്ത തരത്തിൽ ഒരു നേതാവായി ഉയർന്നു വരുന്നു. യൂത്ത് കോൺഗ്രസ് കൂടുതൽ ഊറ്റവും ഊർജവുമുള്ള
ഒരു സംഘമായിട്ട് തീരുന്നു. ഭരണകക്ഷി ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയുടെ പാർട്ടി പ്രതിരോധത്തിലാവുന്നു. അസ്കറിന് സംസാരിച്ചിട്ട് ഈ തരത്തിൽ പഴയ കാര്യങ്ങൾ തന്നെ ആവർത്തിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് നിയമവാഴ്ചയുടെ ഒരു പ്രകടനമാണ് നമ്മൾ കണ്ടത് എന്ന് പറയാൻ അദ്ദേഹത്തിന് സാധിക്കാത്ത കൊണ്ടാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരി ശരി ശ്രീ അസ്കർ, ഈ നിയമസഭാ കയ്യാങ്കളി കേസ് പറഞ്ഞ് ഹസ്കറിന് ഒരു അവസരം കൊടുക്കണം. കാര്യം നമ്മൾ ഹസ്കർ ഒറ്റയ്ക്കേ ഉള്ളൂ, ഞാൻ കൂടി ഹസ്കർ വിരുദ്ധ പക്ഷത്താണ്. അതുകൊണ്ടാണ് ഹസ്കറോട് നിയമസഭാ കയ്യാങ്കളി കേസ് അന്ന് ഈ പറയുന്ന എല്ലാ കലാപവും ഉണ്ടാകുമ്പോൾ ഞാൻ വ്യക്തിപരമായി ആ സമരത്തിനൊപ്പമായിരുന്നു. കാര്യം അതൊരു പൊളിറ്റിക്കൽ കോസ് മുന്നിൽ നിർത്തി വളരെ ആർജവത്തോട്, ശരിയാണ് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടായത്, ഞാൻ ആ സമരത്തിനൊപ്പമായിരുന്നു. പക്ഷേ ആർക്കെതിരെയാണ് അവിടെ സമരം നടത്തിയത്? അവരെ ഒരു മര്യാദയും ഇല്ലാതെ ഈ പറയുന്ന എല്ലാം മറന്നുകൊണ്ട് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഇങ്ങോട്ടേക്ക് പരവതാനുകൾ സ്വീകരിക്കുമ്പോൾ ഞാൻ തിരിച്ചറിവിലേക്ക് എത്തി. അതൊരു പടുപാഴ് സമരമായിരുന്നു. വിളിച്ച മുദ്രാവാക്യങ്ങളൊക്കെ പാഴായി പോയൊരു സമരമായിരുന്നു. ഹസ്കർ പോട്ടെ, അത് വേറെ വിഷയം. ശ്രീ ഹസ്കർ, അവിടെ അങ്ങ് സുപ്രീം കോടതി വരെ പോയില്ലേ? താങ്കൾ പറഞ്ഞ യുക്തിപ്രകാരമാണെങ്കിൽ ഞങ്ങൾ നേരിടാം, ശിവൻകുട്ടിക്ക് മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടു, ഞങ്ങൾ നേരിടാമെന്ന കേസ് എന്തിനാണ് പൊതുമുതൽ എടുത്തുകൊണ്ട് ഈ ഇല്ലാത്ത ഖജനാവിൽ നിന്ന് പണം എടുത്തുകൊണ്ട് സുപ്രീം കോടതി വരെ ആ കേസുമായി പോയത്? ഹസ്കർ, അശ്മി അത് നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടതുകൊണ്ടല്ലോ. ഒരു സ്റ്റേറ്റിന്റെ അധികാര പരിധിയിൽ വരുന്നതാണ് കേസ് എടുക്കുകയോ കേസ് വിഡ്രോ ചെയ്യുകയോ. അതാണ് CRPC പറയുന്നത്. വിഡ്രോ ചെയ്യാനുള്ള സ്റ്റേറ്റിന്റെ അധികാരത്തെ കോടതികൾ ചലഞ്ച് ചെയ്തപ്പോൾ അതിനെ ചലഞ്ച് ചെയ്തുകൊണ്ടാണ് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോയത്. അതാണ് അതിന്റെ പ്രശ്നം. അത് സ്റ്റേറ്റിന്റെ അധികാര പരിധിയിൽ നിയമപരമായ സ്റ്റേറ്റിന്റെ അധികാരത്തിൽ വരുന്ന പ്രശ്നമാണ്. അത് കോടതിക്കാണോ അധികാരം, സ്റ്റേറ്റിനാണോ അധികാരം എന്നുള്ള എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ്, ആ ഓർഡേഴ്സിന്റെ സാഹചര്യത്തിൽ പറ്റിയിട്ടുള്ളതാണ് സുപ്രീം കോടതി വരെ പോകേണ്ട സാഹചര്യം ഉണ്ടായത്. അല്ലാതെ ആ കേസിലെ പ്രതികളായിട്ടുള്ള അന്നത്തെ MLA-മാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആയിരുന്നില്ല. ആത്യന്തികമായി കേസ് എന്താണ് സാർ? ആത്യന്തികമായി സുപ്രീം കോടതിയുടെ വാദം എന്താണ് സാർ? തെളിവില്ല എന്നടക്കമുള്ള ബാലിശവാദങ്ങൾ കണ്ടു. ലോകം മൊത്തം കണ്ട ആ ദൃശ്യത്തിന് തെളിവില്ല എന്ന കോടതി വാദിക്കുന്നത് കേട്ടു. എന്താണ് അവിടെ സഭയ്ക്കുള്ളിൽ പൊതുമുതൽ നശിപ്പിച്ചതിന് തെളിവില്ല എന്നൊക്കെയുള്ള വാദം നമ്മൾ കേട്ടതാണ്. അങ്ങനെ അത് പൊതുമുതൽ നശിപ്പിക്കലാണ് എന്ന് പറഞ്ഞാൽ സ്പീക്കറുടെ കസേര അടക്കം EP ജയരാജൻ ഇങ്ങോട്ട് വന്ന് ഇങ്ങനെ കൈയെടുത്ത് കുത്തി മറിച്ചിടുന്ന കേസും ശിവൻകുട്ടി അടക്കം ഇങ്ങനെ സഭാതലത്തിലൂടെ ഇങ്ങനെ അഴിഞ്ഞാടുന്ന കേസും KT ജലീൽ മൈക്ക് പിടിച്ചു ചേർന്ന കേസും പൊതുമുതൽ നശിപ്പിച്ചതാണ്. ആ കേസ് നൂരിയെടുക്കാനാണ് സുപ്രീം കോടതി വരെ പോയി സുപ്രീം കോടതിയിൽ നിന്ന് പ്രഹരമേറ്റത് അല്ലേ ഹസ്കർ? അങ്ങനെയല്ല ആശ്മി. ആ കേസ് പിൻവലിക്കുന്നതിന് ഏതൊരു കേസും പിൻവലിക്കുന്നതിനുള്ള സ്റ്റേറ്റിന്റെ അധികാരത്തെ കോടതികൾക്ക് വിട്ടുകൊടുക്കാനാവില്ല. കോടതികളല്ല അത് തീരുമാനിക്കേണ്ടത്. പിൻവലിക്കാമെന്ന് സർക്കാർ തീരുമാനിക്കുന്നത് പുതിയകാല CPM-നും പുതിയകാല സർക്കാരിനും പൊതുമുതൽ എന്ന് പറയുന്നത് വളരെ പവിത്രമായതുകൊണ്ട്, വളരെ പവിത്രമാണ് തിരിച്ചറിവുള്ളതുകൊണ്ട് സന്ദേശം കൊടുക്കാൻ വേണ്ടി ആ കേസ് പിൻവലിക്കേണ്ട, കേസിന്റെ വഴിക്ക് പോടെ ഞങ്ങൾ നേരിടാം എന്നൊരു തീരുമാനമല്ലേ വേണ്ടത്? ആ സമരം ഒരു പാഴ് സമരമായിരുന്നെങ്കിലും ശ്രീ അസ്കർ, അത് ഓരോ സർക്കാരും UDF-ന്റെ ഭരണകാലത്ത് നിരവധി കേസുകൾ പിൻവലിച്ചിട്ടുണ്ട്. അതിന്റെ കണക്കുകളൊക്കെ പരിശോധിച്ച് അങ്ങേക്ക് മനസ്സിലാവും. അപ്പൊ ഓരോ ഭരണകാലത്തും തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി കേസുകൾ പിൻവലിക്കുക, അത് ആ സർക്കാരുകളുടെ വിവേചനാധികാരമാണ്. അപ്പൊ അത് പിൻവലിക്കാൻ പറ്റില്ല എന്ന് കോടതി നിലപാടെടുത്താൽ കോടതികളുടെ പരമാധികാരത്തിലേക്ക് രാജ്യം പോകും. ജനാധിപത്യ സംവിധാനത്തിൽ കോടതികൾക്കും അതുപോലെ തന്നെ നിയമസഭകൾക്കും നിയമനിർമ്മാണ സഭകൾക്കും അതുപോലെ എക്സിക്യൂട്ടീവിനുമുള്ള അധികാര പരിധി ഭരണഘടന നിർവഹിച്ചു നൽകിയിട്ടുണ്ട്. അപ്പൊ അത്തരം ഒരു നിയമപ്രശ്നമാണ് സുപ്രീം കോടതി വരെ പോയത്. അങ്ങനെയല്ല, അത് ചെയ്യാൻ പാടില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞു. അപ്പൊ അതാണ് രാജ്യത്തിന്റെ നിയമം. ഒരു മിനിറ്റ് ഒറ്റ സെക്കൻഡ്. രാഹുൽ മാങ്കൂട്ടം മജിസ്ട്രേറ്റ് കോടതിയിൽ ജാമ്യാപേക്ഷയിൽ സമർപ്പിക്കപ്പെട്ടത് വ്യാജ ആശുപത്രി രേഖയായിരുന്നു എന്ന് പറഞ്ഞ ഗോവിന്ദനോടാണ്, ശ്രീ MV ഗോവിന്ദനോടാണ്. സർ, MV ഗോവിന്ദൻ എന്ന CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി രാഹുൽ മാങ്കൂട്ടം കോടതിയിൽ കൊടുത്തത് വ്യാജരേഖയാണെങ്കിൽ ആ രേഖയുടെ കോപ്പി എടുത്തുകൊണ്ട് ഒരു കേസ്, വ്യാജരേഖ കേസ് എടുക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? അതടക്കം വരും മണിക്കൂർ ചർച്ചയാവുന്നതാണ്. കാര്യം ആ മെഡിക്കൽ റിപ്പോർട്ട് കോടതി അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ MV ഗോവിന്ദൻ പറഞ്ഞത് ശരിയല്ല എന്ന് വരും. അത് പിന്നെ ചർച്ച ചെയ്യേണ്ടി വരും. എന്തായാലും അല്പസമയത്തിന് രാഹുൽ മാങ്കൂട്ടം എന്തുകൊണ്ടോ വൈകുകയാണ്. അല്പസമയത്തിന് രാഹുൽ മാങ്കൂട്ടം ജയിൽ മോചിതനാകും. വലിയ സ്വീകരണം നൽകാനുള്ള എല്ലാ ഒരുക്കങ്ങളും അവിടെ പൂർത്തിയാക്കുകയും ചെയ്തു. എന്തായാലും എൻകൗണ്ടർ പൂർണ്ണമാകും. ചർച്ചയിൽ പങ്കെടുത്ത 3 പേർക്കും നന്ദി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.